ഹലോ, ഗുഡ് ഈവനിങ് ആൾ. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ഓഡിയോ ഈസ് ക്ലിയർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ കോ ഹോസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും സൗണ്ട് ലഭിക്കുന്നില്ലെങ്കിൽ ചാറ്റ് വിൻഡോയിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് മെസ്സേജ് ഇടുന്നുണ്ട്. ആ സെറ്റിങ്സ് ചെയ്യുക. ഓക്കെ ഓക്കെ, സൗണ്ട് കുറവാണെന്നൊരു പാർട്ടിസിപ്പന്റ് പറയുന്നത്. ഞാനിവിടെ മാക്സിമം വോളിയം ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. അവിടുത്തെ പ്രോബ്ലം ആണെങ്കിൽ അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാവരും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെക്കുറിച്ചും അതേപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഇപ്പോൾ ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലൂടെയാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2015 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഏകദേശം 500ഓളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് വരുമ്പോൾ ഈ സെഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരിക്കും. ഇപ്പം നമ്മൾ സമയം 7:30 ആയിട്ടുണ്ട്. ഒരു 9 മണി വരെ ആയിരിക്കും സെഷൻ വരുന്നത്. എങ്കിൽ ഇതിന്റെ ഇടയിൽ തന്നെ ക്വസ്റ്റ്യൻ ആൻസറിനുള്ള അവസരമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്കിലേക്ക് വരുവാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വർഷത്തിൽ എങ്ങനെ 36 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു സ്ട്രാറ്റജി ഞാനിവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, ഫേസ്ബുക്കിലെ അഡ്വർടൈസ്മെന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇടയിൽ സ്പോൺസേഡ് എന്നൊക്കെയുള്ള പല പരസ്യങ്ങളും വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിലേക്കൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ സെർച്ചിൽ വരുന്ന അഡ്വർടൈസ്മെന്റുകൾ. അപ്പൊ ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും സ്പോൺസേഡ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റുകൾ. അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകളെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന സ്പോൺസേഡ് ആഡുകൾ, ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഇതിനെവിടെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്, സ്വന്തമായിട്ട് ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്, നമുക്ക് ഫോട്ടോഷോപ്പ് പോലെയുള്ള ടൂൾസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുന്ന സൈറ്റ് ഏതാണ്, അതിനുപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് എന്നൊക്കെയുള്ളത് നമുക്ക് ഇന്നത്തെ സെഷനിൽ കാണാം. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് ഇല്ലാതെ നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. വെബ്സൈറ്റ് എങ്ങനെ നമുക്ക് പ്രോഗ്രാമിംഗ് ഇല്ലാതെ നിർമ്മിക്കാം. ഡൊമൈൻ നെയിംസ്, ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്, അതിനെപ്പറ്റിയൊക്കെ നമ്മളിന്ന് കാണുന്നുണ്ട്. ഇപ്പൊ ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങാറുണ്ട്. ഇതിലൂടെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത് എങ്ങനെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ മണി മേക്കിംഗ്, ഇപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. ആ പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി കൂടി ഇതിൻ്റെ ഇടയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പല ലൊക്കേഷനിൽ നിന്നായിരിക്കും പങ്കെടുക്കുന്നത്.
ഏതൊക്കെ ലൊക്കേഷനാണെന്ന് അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ കൂടെ ചാറ്റ് വിൻഡോയിൽ ഇടാവുന്നതാണ്. ഏതൊക്കെ ലൊക്കേഷനിൽ നിന്ന് പങ്കെടുക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ്. പാലക്കാട് നിന്നുണ്ട്, എടപ്പാളുണ്ട്, ഓക്കെ, തൊടുപുഴ, സൗദി, മലപ്പുറം, എറണാകുളം, കാസർഗോഡ്, ബാംഗ്ലൂർ. താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് നമ്മളൊരു അരമുക്കാൽ മണിക്കൂറിനകത്ത് വരുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചില ടോപ്പിക്കുകളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റിലും നമ്മൾ ചില ക്വസ്റ്റ്യൻസിനൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യാം. ടോപ്പിക്കുകളിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ. ഓക്കെ, റെഡിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് ആദ്യം ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ എങ്ങനെ ഈ ഒരു 36 ലക്ഷം രൂപ ഏൺ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു സ്ട്രാറ്റജി തന്നെ നമുക്കൊന്ന് കാണാം. അതായത് ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇത് നമുക്ക് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന് 36 ലക്ഷം രൂപ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഒരു മാസത്തിൽ ഒരു 3 ലക്ഷം രൂപയെങ്കിലും നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഇത് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിന് നമുക്ക് ചില സ്കില്ലുകൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊടുക്കാനുള്ള സ്കില്ലുകൾ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം ആഡ്സ് പോലെയുള്ള സംഗതികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം. ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം ആഡ്സ്, അതേപോലെ തന്നെ ഗൂഗിൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം. ഡിസൈൻ ചെയ്ത് കൊടുത്തൊക്കെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി മാർക്കറ്റ് ചെയ്യുക, കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക, കൂടുതൽ എൻക്വയറീസ് കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പത്രത്തിൽ മാത്രം പരസ്യം കൊടുക്കുക, വഴിയിലൊക്കെ നിന്ന് നോട്ടീസ് വിതരണം ചെയ്യുക. അപ്പോൾ അതിനേക്കാളും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിനകത്ത് കാണാം, ഈ മരത്തിൽ കാണുന്ന മാങ്ങകൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻസ് ആണ്. ഇതിന് സ്വന്തമാക്കാൻ പല മാർക്കറ്റേഴ്സ് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൽ ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നു. സോ അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നിരവധി ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അതിനകത്ത് ഫേസ്ബുക്ക് ആഡ്സിലേക്ക് തന്നെ നമുക്കൊന്ന് കടക്കാം. ഓക്കെ, ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് സിസ്റ്റത്തിലേക്ക് തന്നെ നമുക്കൊന്ന് കടക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ആഡ് സെറ്റ് ചെയ്യുന്നതൊക്കെ ഉള്ളത് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടയിൽ കാണാറുള്ള സ്പോൺസേഡ് എന്നുള്ള പരസ്യങ്ങൾ ഞാനിവിടെ കാണിക്കാം. ഓക്കെ, ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടയിൽ കാണുന്ന സ്പോൺസേഡ് ആഡുകൾ, അതിനാണ് ഫേസ്ബുക്ക് ആഡ്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഫേസ്ബുക്കിൽ കാണുന്ന എല്ലാ പോസ്റ്റുകളും ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റുകളല്ല. ഇത് സ്പോൺസേഡ് എന്ന് പറയുന്ന സംഗതിയാണ്. ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റിനകത്ത് ചിലതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഫോം ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഡേറ്റ ഇതുവഴി കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവരുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ സാധിക്കും. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഇതിന് പറയുന്നത് ലീഡ് ജനറേഷൻ ആഡ് എന്നാണ്. ഓക്കെ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിങ്ങിനകത്തുള്ള ലീഡ് ജനറേഷൻ ആഡ് എന്നാണ് ഇത് പറയുന്നത്. ഇതിലൂടെ നമുക്ക് എൻക്വയറീസ് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു സ്കില്ല് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ്, നമുക്ക് തന്നെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലയന്റിന് കസ്റ്റമേഴ്സിനെ കണ്ടെത്തി കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഡേറ്റ കണ്ടെത്തി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ചിലതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, ഈ ഒരു അഡ്വർടൈസ്മെന്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ആ പരസ്യം ചെയ്തവരുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഇതിന് പറയുന്നത് ട്രാഫിക് ആഡ് എന്നാണ്. ട്രാഫിക് ആഡ്, ഫേസ്ബുക്കിന്റെ ട്രാഫിക് ആഡ് എന്നാണ് ഇതിന് പറയുന്നത്. അതേപോലെ ചില അഡ്വർടൈസ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിലേക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സാപ്പിലേക്ക് വന്ന് ചാറ്റ് ചെയ്യാം. അതുവഴി നമുക്ക് ഇങ്ങോട്ട് എൻക്വയറീസ് ലഭിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇത് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇടതുവശത്ത് പേജസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഈ പേജസിൽ ക്ലിക്ക് ചെയ്ത് ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്കതിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അതിന്റെ സ്റ്റെപ്സ് ഒന്ന് കാണിക്കാം. ഇടതുവശത്ത് പേജസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് ഇല്ലാത്തവർക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ബിസിനസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ഒരു ഇൻഷുറൻസ് ഏജൻസി ആണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ പേജ് എന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ നമുക്കവിടെ ഇൻഷുറൻസ് ഏജൻസിയുടെ പേര് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഗാലക്സി ഇൻഷുറൻസ് ആണെന്നിരിക്കട്ടെ, ഗാലക്സി ഇൻഷുറൻസ് എന്ന് പേര് കൊടുക്കുക.
അത് കഴിഞ്ഞ് നമ്മുടെ ബിസിനസ് കാറ്റഗറി എന്താണ് എന്നൊക്കെയുള്ളത് കൊടുത്ത് നമുക്ക് ഇവിടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. പേജിന് ഒരു ലോഗോയും ഒരു കവർ പിക്ചറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജ് റെഡിയാവും. അപ്പോൾ ഈ ലോഗോയും കവർ പിക്ചറും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേജിനകത്ത് നമുക്ക് വരുന്ന പോസ്റ്റുകളെ പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം. അപ്പോൾ അതെങ്ങനെയാണ്, ഞാനത് നമ്മുടെ കമ്പനിയുടെ പേജ് വെച്ച് തന്നെ ഇവിടെ കാണിക്കാം. കമ്പനിയുടെ പേജ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് കാണിക്കാം. നമുക്ക് ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്ന് പറയുന്ന ഈ പേജിലേക്ക് വന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റുകളുടെ എല്ലാം അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് വന്നിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് പേജിനകത്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ലഭിക്കുന്നതായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കസ്റ്റമറുടെ അല്ലെങ്കിൽ ഏതൊക്കെയാണോ നമ്മുടെ കസ്റ്റമർ അവരുടെ ലൊക്കേഷൻ ഏജ് ഗ്രൂപ്പ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന പല പരസ്യങ്ങളും നമ്മളെ ടാർഗറ്റ് ചെയ്ത് വരുന്നതാണ്, നമ്മുടെ ലൊക്കേഷനൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. നോക്കി ഇവിടെ നമുക്ക് എന്തെല്ലാം ഓപ്ഷൻസ് അവിടെ നോക്കിയാൽ ഒരു അഡ്വർടൈസ്മെന്റ് ഇടുവാണെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓഡിയൻസ് നമുക്ക് മെൻ ഓർ വിമൻ എന്ന് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും സെറ്റ് ചെയ്യാം. ഓൾ എന്ന് സെലക്ട് ചെയ്യാം. ഏജ് ഗ്രൂപ്പ് എത്ര വയസ്സിനും ഇടയിലുള്ള ആൾക്കാരെ പരസ്യം കാണിക്കണമെന്ന് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ലൊക്കേഷൻ ഏത് സ്ഥലത്തുള്ള ആൾക്കാരെയാണ് പരസ്യം കാണിക്കേണ്ടത്. ഇപ്പൊ തൃശ്ശൂർ ലൊക്കേഷനിലുള്ള ആൾക്കാരെ നമുക്ക് പരസ്യം കാണിക്കണമെങ്കിൽ തൃശ്ശൂർ എന്ന് ലൊക്കേറ്റ് ചെയ്യാം. അപ്പൊ തൃശ്ശൂർ എന്ന് കൊടുക്കുമ്പോൾ ആ തൃശ്ശൂർ ലൊക്കേഷൻ ചുറ്റും നമുക്ക് ഇങ്ങനെ ഒരു സർക്കിളൊക്കെ ഫോം ചെയ്ത് ഈ സർക്കിളിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ ഇതേപോലെ എത്ര സ്ഥലങ്ങൾ വേണമെങ്കിലും നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് ഒരു 2 കിലോമീറ്ററോ 5 കിലോമീറ്ററോ ചുറ്റളവ് വേണമെങ്കിലും നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല. ഇപ്പൊ നമുക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടെ ഡീറ്റെയിൽ ടാർഗറ്റിംഗിൽ ബിസിനസ് ഓണേഴ്സ് എന്നൊക്കെ കൊടുക്കാം. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു, അവരായിരിക്കും കൂടുതലായിട്ട് പരസ്യം കാണുന്നത്. ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന ഒരാളാണെങ്കിൽ ഇവിടെ ഫുഡൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫുഡൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡിൽ താല്പര്യമുള്ള ആൾക്കാർ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇൻഷുറൻസ് പോളിസികൾ സെല് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് എന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ ഇൻഷുറൻസ് എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് പരസ്യം കാണിക്കും. ഇങ്ങനെ നമുക്ക് ആൾക്കാരുടെ ലൊക്കേഷൻ, ഏജ് ഗ്രൂപ്പ്, ഇൻട്രസ്റ്റ് ഒക്കെ വെച്ച് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇതിനാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ആഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിന് പേയ്മെന്റ്, ചെറിയൊരു പേയ്മെന്റ് വരും. 90 റുപ്പീസ് പെർ ഡേ ആണ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇത് മിനിമം ചാർജ് ആണ്. ഇത് വർദ്ധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് വേണമെങ്കിൽ ഈ പരസ്യം എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ബഡ്ജറ്റ് നമുക്ക് തീരുമാനിക്കാം. മിനിമം ബഡ്ജറ്റ് 90 രൂപയാണ് ഒരു ദിവസത്തേക്ക്. എത്ര ദിവസം ഓടിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന പരസ്യം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പേയ്മെന്റ് അടയ്ക്കാൻ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞ് പേയ്മെന്റ് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ അഡ്വർടൈസ്മെന്റ് റൺ ആവുകയും നമുക്ക് അതുവഴി എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് ഒക്കെ വഴി പേയ്മെന്റ് അടച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മുടെ അഡ്വർടൈസ്മെന്റ് എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളത് ഇവിടെ ഒരു പ്രിവ്യൂ ഓപ്ഷനകത്ത് കാണിക്കുകയും ചെയ്യും. അപ്പൊ ഇതിനാണ് ആക്ച്വലി ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണാറുള്ള പരസ്യങ്ങളാണ് ഈ ഒരു ബൂസ്റ്റ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പോൺസേഡ് ആഡ്സ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ആക്ച്വലി നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്? സ്വന്തം ബിസിനസ് ഉള്ളവർ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംവിധാനം ഉപയോഗിക്കാം. ബിസിനസ് ഇല്ലാത്തവരാണെങ്കിലോ ഇത് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലാതെ ഒരു ബിസിനസ്സുകാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പം അതാണ് രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇത് പഠിച്ചിട്ട് നമുക്ക് നല്ല കമ്പനികളിൽ ജോലിക്ക് കയറാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോറായിട്ടുള്ള ഒരു സംഗതിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ കാണിച്ചപ്പോൾ ഡിസൈൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അല്ലെ. ഒരു ലോഗോയോ അല്ലെങ്കിൽ ഒരു പേജിന്റെ കവർ പിക്ചറോ ഒക്കെ ഡിസൈൻ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ വേറെ ആരെയും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഞാൻ അതുകൂടെ ഈ കൂട്ടത്തിലൊന്ന് കാണിക്കാം, എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ ഒരു കിടിലൻ ടൂൾ അവൈലബിൾ ആണ്. ക്യാൻവ എന്നാണ് ടൂളിന്റെ പേര്. ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് www.canva.com എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു സൈറ്റ് അല്ലെങ്കിൽ ഇതിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ലോഗോ ആയിക്കോട്ടെ, ബ്രോഷർ ആയിക്കോട്ടെ, പോസ്റ്റർ ആയിക്കോട്ടെ, എന്ത് സാധനവും നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്യാൻവ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ക്യാൻവയിലേക്ക് വന്നു. ഇപ്പൊ ക്യാൻവയിലേക്ക് വന്നിട്ട് നമുക്ക് ഇപ്പൊ ഡിസൈൻ ചെയ്യേണ്ടത് ഒരു ലോഗോ ആണെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് വന്ന്
ലോഗോ എന്ന് സെർച്ച് ചെയ്യാം. ലോഗോയ്ക്ക് പറ്റിയ ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് ഇതേപോലെ കാണാം. ഓക്കെ, ഇതേപോലെ ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണാം. ഈ വന്നിരിക്കുന്നത് എല്ലാം ഫ്രീ അല്ല, ഒരു 50% ടെംപ്ലേറ്റ്സ് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് അത് ഒരെണ്ണം ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഓൾ ഫിൽറ്റേഴ്സിൽ നിന്ന് ഫ്രീ എന്ന് സെലക്ട് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള ഒരുപാട് എണ്ണം കിട്ടും. ഒരു 50% ടെംപ്ലേറ്റ്സ് ഫ്രീ ആണ്. ഓക്കെ, ഇതിപ്പം കാണിക്കുന്നതെല്ലാം ഫ്രീ ആയിരിക്കും. ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള ലോഗോയുടെ ഡിസൈൻസ്. ഇതേപോലെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ ഒക്കെ ഡിസൈൻസ് ഇതിനകത്ത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു ഡിസൈൻ ഒരു മിനിറ്റ് കൊണ്ട് ഒരെണ്ണം ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് ഒരു ലോഗോ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്യാൻവയുടെ പ്രത്യേകത അതാണ്. ജീവിതത്തിൽ ഇതുവരെ ഒരു ഡിസൈനും ചെയ്തിട്ടില്ലാത്തവർക്ക് ക്യാൻവ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ടെംപ്ലേറ്റ് എടുത്തിരിക്കുകയാണ്. ഇതിനെ നമുക്കൊരു ഇൻഷുറൻസ് ഏജൻസിയുടെ ലോഗോ ആക്കി മാറ്റണമെങ്കിൽ ഇതിൽ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു സിമ്പിളിന് പകരം വേറൊരു സിമ്പിൾ വെക്കും. ഓക്കെ, ഈ സിമ്പിൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കും. അവിടെ നമുക്കിപ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമ്പിൾ വെക്കണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇൻഷുറൻസ് എന്നൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻഷുറൻസ് എന്ന് ഞാനിവിടെ സെർച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾക്ക് പറ്റിയ രീതിയിലുള്ള പല സിമ്പിൾസും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് സിമ്പിൾസ് ആണ്. അപ്പോൾ അതിന് ഞാൻ ഒരെണ്ണം എടുത്ത് ഇവിടെ വെച്ചു. നമുക്കതിന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇൻഷുറൻസ് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ എന്നാണ്. ഓക്കെ, നമുക്ക് ഈ പേര് ചേഞ്ച് ചെയ്യാം. ഗാലക്സി ഇൻഷുറൻസ് എന്നാക്കാം. ഓക്കെ, ഗാലക്സി ഇൻഷുറൻസ്. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളറിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതേപോലെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് എത്ര പെട്ടെന്നാണ് ഒരു ഗാലക്സി ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ലോഗോ ആക്കി മാറ്റാൻ സാധിച്ചത്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ് ക്യാൻവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൽ തന്നെ നമുക്ക് ആയിരക്കണക്കിന് ഡിസൈൻസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പല ബിസിനസ്സുകൾക്ക് പറ്റിയത് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഡിസൈൻ ചെയ്തത് ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷമുള്ള ഞാനിവിടെ കാണിക്കാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇതേപോലെ നമുക്ക് ഏത് ടൈപ്പിലുള്ള ഡിസൈൻ ചെയ്യാം. നിങ്ങളുടെ ബിസിനസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് എന്താണ് എന്നിവിടെ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ചാറ്റ് വിൻഡോയിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്, എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. നിങ്ങളുടെ ബിസിനസ് എന്താണ്, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരുണ്ട്, ഓക്കെ, ക്ലോത്തിങ് സൈറ്റ് ചെയ്യുന്നവരുണ്ട്, ഓൺലൈൻ ട്യൂഷൻ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് ബുട്ടീക്ക് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പം വർക്ക് ഫ്രം ഹോം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ ആയിക്കോട്ടെ. ഓക്കെ, ട്യൂഷൻ ഫേസ്ബുക്ക് എന്ന് കൊടുത്താൽ മതി. അതായത് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ട്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ട്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടത് ലിമിറ്റഡ് ആണ്. വേറെ എന്താണ് വന്നിരിക്കുന്നത് നോക്കട്ടെ. പ്രീമിയം വയേഴ്സ് ആൻഡ് കേബിൾസ്, മെഡിക്കൽ ഇൻഷുറൻസ്. ഓക്കെ, ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് നമുക്ക് കൊടുക്കാം. ഇൻഷുറൻസിന്റെ ഒക്കെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ്. ഇൻഷുറൻസ്, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഇല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എടുത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് നോക്കി, ഇൻഷുറൻസ് എന്ന് ഞാൻ കൊടുത്തപ്പോൾ ലൈഫ് ആൻഡ് ഫാമിലി ഇൻഷുറൻസ്, ഇതെല്ലാം അതിന് പറ്റിയ ഡിസൈൻസ് ആണ്. ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഇത് എഡിറ്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്തിട്ട് കസ്റ്റമൈസ് കൊടുക്കുക. അതിനകത്ത് നമ്മുടെ ഫോൺ നമ്പറും ലോഗോയും ഒക്കെ ചേഞ്ച് ചെയ്യുക. ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോട്ടോയും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഈ ഒരു പോസ്റ്റ് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ട് 1 മിനിറ്റ് കൊണ്ട് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്കറിയാം ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡമ്മി നമ്പറാണ്, ഡമ്മി ലിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അതിന്റെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഫോൺ നമ്പർ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 918848040084. ഞാൻ ഒരു നമ്പർ കൊടുത്തു. ഇവിടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വെബ്സൈറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഗാലക്സി ഇൻഷുറൻസ് എന്നൊരു വെബ്സൈറ്റിൽ നിന്ന് കൊണ്ടുവന്നിരിക്കട്ടെ. ഓക്കെ, galaxyinsurance.com. ഇത് നമുക്ക് ചെറുതാക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിനകത്തൊരു ലോഗോ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യണമെങ്കിൽ ലോഗോ എടുത്ത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും.
ലോഗോ നമുക്ക് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാൻ ഒരു ലോഗോ ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാണ്. ഓക്കെ, അപ്ലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നമുക്ക് പുറമേ നിന്ന് ലോഗോയോ അല്ലെങ്കിൽ മറ്റ് ഇമേജുകളോ ഒക്കെ ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതേപോലെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലോഗോ തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് എടുത്തു വയ്ക്കുന്നത്. ഓക്കെ, ഗാലക്സി ഇൻഷുറൻസ് എന്ന് പറയുന്ന ലോഗോ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണ്. അതെടുത്ത് ഇവിടെ വെച്ചു. നമ്മുടെ ഡിസൈൻ റെഡി ആയി കഴിഞ്ഞു. ഈ ഡിസൈൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതേപോലെ ഏത് ബിസിനസ്സിനുള്ളതും പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ ക്യാൻവ ഉപയോഗിക്കാം. ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇത് വന്നു കഴിഞ്ഞു. ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യാൻവ എന്ന് നമ്മൾ മൊബൈലിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും രണ്ടിലും ക്യാൻവയുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഓക്കെ, ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. മൊബൈൽ സ്ക്രീൻ ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. ചില ആപ്പുകൾ നമ്മൾ മൊബൈലിലായിരിക്കും കാണുന്നത്. ഓക്കെ, നമ്മുടെ പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറോ എടുത്തതിന് ശേഷം ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. ക്യാൻവയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള ടെംപ്ലേറ്റ്സ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഫേസ്ബുക്ക് പോസ്റ്റ്, ഇൻഫോഗ്രാഫിക്സ്, ഫ്ലയേഴ്സ്, ഇങ്ങനെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് എഡിറ്റ് ചെയ്ത് അന്നേരം തന്നെ നമുക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ക്യാൻവ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ക്യാൻവ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൂസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആഡ്സ് മാനേജർ വഴി നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഫേസ്ബുക്കിൽ നമ്മൾ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു പാനൽ ഇവിടെ ഇടതുവശത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലരും ചിലപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരിക്കും. ഓക്കെ, ഫേസ്ബുക്കിനകത്ത് വരുമ്പോൾ, ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു പേജൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേജൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടതുവശത്ത് നമുക്ക് കാണിക്കും ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതി. ഇവിടെ ഇടതുവശത്ത് സി മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സി മോറിൽ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു ഏരിയ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആഡ്സ് മാനേജർ. ഈ ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വലിയ പാനലിലേക്ക് തന്നെ നമ്മളെ ഫേസ്ബുക്ക് കൊണ്ടുപോവുകയും അവിടെ പലതരത്തിലുള്ള ആഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള സ്കില്ല് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലീഡ്സ് കണ്ടെത്താൻ പറ്റും, കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനൊരു പാനൽ ഫേസ്ബുക്കിന് അവൈലബിൾ ആണ്. ഇതിനാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പലപ്പോഴും ഡിസൈൻ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻവ മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസും അവൈലബിൾ ആണ്. നല്ലൊരു കിടിലൻ ടൂൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. bing.com/create എന്ന് പറയുന്ന ഒരു ടൂള്. നിങ്ങൾക്ക് കമാൻഡ് കൊടുത്ത് അതിനകത്ത് നിന്ന് ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ കാണിച്ചത് ക്യാൻവയാണ്. ക്യാൻവ കൂടാതെ ഡിസൈൻ ചെയ്യാൻ bing.com/create എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിക്കാം. ഇത് യുണിക് ആയിട്ടുള്ള ഡിസൈൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു തരുന്ന ഒരു സൈറ്റാണ്. ഓക്കെ, ഞാൻ ഈ ഒരു സൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം. കാരണം നേരത്തേക്ക് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഡിസൈനർ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ല ഡിസൈൻ സ്കില്ല് വേണമെന്നൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നമുക്ക് അല്ലാതെ തന്നെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഈ bing.com/create എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്. ഈ ഒരു സൈറ്റിനകത്തേക്ക് വന്നിട്ട് നമുക്ക് എന്ത് ഡിസൈൻ ആണോ വേണ്ടത് എന്നുള്ളത് ഇവിടെ കമാൻഡ് കൊടുത്താൽ മതി, ഇത് തന്നെ ഡിസൈൻ ചെയ്തു തരും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിനു മുമ്പുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലാസ്സിനകത്ത് ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ എനിക്ക് വേണമെങ്കിൽ ഇതിൽ വന്ന് പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ വേണമെന്നുള്ള കമാൻഡ് കൊടുത്താൽ മതി. ഇതാണ് എൻ്റെ കമാൻഡ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ക്രിയേറ്റ് 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ. അതായത് 3D ഷേപ്പിലുള്ള ഒരു പെർഫ്യൂം ബോട്ടിൽ വിത്ത് വേണം. അതിനകത്ത് ബ്രാൻഡ് നെയിം പ്രാഗ് മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം വേണമെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ സ്വന്തം നിലയ്ക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് തരും.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു തരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അവര് എവിടെ നിന്നും എടുക്കുന്നതല്ല, അതിന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അത് സ്വയം നിർമ്മിക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അത് സ്വയം നിർമ്മിക്കുന്നതാണ്. ഇപ്പൊ ആ ഡിസൈൻസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. ഓക്കെ, ഫ്രാഗ് മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം ഓൾറെഡി അതിനകത്ത് വന്നു കഴിഞ്ഞു. ഓക്കെ, മറ്റൊരു ഡിസൈൻ ഇതാ, ഇതെല്ലാം ഫ്രാഗ് മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമോട് കൂടി അത് ഡിസൈൻ ചെയ്തു തന്നതാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. എത്ര കിടിലൻ ഡിസൈൻസ് ആണ് അത് ചെയ്തിരിക്കുന്നത് നോക്കി. ഇതിനകത്ത് നമ്മുടെ ഫോൺ നമ്പറോ മറ്റു ഡീറ്റെയിൽസോ ഒക്കെ വെക്കണമെങ്കിലും സാധിക്കും. കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് മൈക്രോസോഫ്റ്റ് ഡിസൈനർ എന്ന് പറയുന്ന ടൂളിൽ ഇത് ഓപ്പൺ ആവുകയും അതുവഴി നമുക്ക് ബാക്കി എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. യഥാർത്ഥം ഇതുപോലൊരു ഡിസൈൻ ഒരു ഡിസൈനറെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഇത് ഇത്രയും ക്രിയേറ്റിവിറ്റി ഉള്ള ഡിസൈനേഴ്സ് തന്നെ വളരെ കുറവാണ്. അവർക്കിത് ഡിസൈൻ ചെയ്ത് വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും, നല്ല പൈസയും മേടിക്കും എന്നുള്ളതാണ്. ഇവിടെയാണെങ്കിലോ ജസ്റ്റ് കമാൻഡ് കൊടുത്ത് ഡിസൈൻ ഉണ്ടാക്കിയെടുത്തതാണ്. സൈറ്റിന്റെ പേര് bing.com/create എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കമാൻഡ് കൊടുക്കുന്നു, ഡിസൈൻ ചെയ്യുന്നു, ഔട്ട്പുട്ട് എടുക്കുന്നു. എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊടുക്കണമെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ് മനസ്സിലാക്കണം, ഡിസൈൻ മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഇതോടൊപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, വെബ്സൈറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കും വെബ്സൈറ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ഒക്കെ വെച്ച് ചെയ്യുന്നതാണ്, പ്രോഗ്രാം അറിയാവുന്നവർക്ക് മാത്രമേ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളതായിരിക്കും പലരും ധരിച്ചു ചെയ്യുന്നത്. വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഈവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് നിർമ്മിക്കാം. അതല്ലാതെ വേർഡ് പ്രസ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്, അത് വെച്ചിട്ടും ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് രണ്ടും ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോവുകയാണ്, എങ്ങനെയാണ് ആക്ച്വലി അത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഓക്കെ ഓക്കെ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് mixo.io എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. mixo.io, അതായത് നമുക്ക് ഇതിനകത്തൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, mixo.io എന്ന് പറയുന്ന സൈറ്റ് വന്നു. ഈ mixo.io എന്ന് പറയുന്ന സൈറ്റിൽ വന്ന് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് നിർമ്മിക്കണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ അത് സ്വന്തം നിലയ്ക്ക് നിർമ്മിച്ചിട്ട് അതിനകത്ത് നമുക്ക് വേണ്ടുന്ന എഡിറ്റിംഗ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന കമാൻഡ് എന്ന് പറയുന്നത് ഒരു ഹൗസ് ബോട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റ് നിർമ്മിച്ച് തരാൻ കൊടുക്കണം. ഓക്കെ, ക്രിയേറ്റ് ആൻ ഓൺ പേജ് വെബ്സൈറ്റ് ഫോർ മൈ ഹൗസ് ബോട്ട് ബിസിനസ് കോക്കോ ഹൗസ് ഇൻ കേരള, ഇന്ത്യ. അപ്പൊ എനിക്കൊരു ഹൗസ് ബോട്ട് ബിസിനസ് ഉണ്ട്, ആ ബിസിനസിന്റെ പേര് കോക്കോ ഹൗസ് എന്നാണ്, കേരളത്തിലാണ്. അപ്പൊ അതിന് പറ്റിയൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി തരാനുള്ള കമാൻഡ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കും. കണ്ടിന്യൂ കൊടുത്ത് ഇവിടെ ഗെറ്റ് കോൺടാക്റ്റഡിൽ നമ്മുടെ ഒരു ഫോൺ നമ്പർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഫോൺ നമ്പർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എൻക്വയറീസ് വരണമല്ലോ. അപ്പൊ ഇത് അതിന്റെ സ്വന്തം നിലയ്ക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്വന്തം നിലയ്ക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് ക്രിയേറ്റ് ചെയ്ത് തരുന്ന വെബ്സൈറ്റ് നോക്കാം, അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാ കോക്കോ ഹൗസ് എന്നുള്ള രീതിയിൽ ഒരു വെബ്സൈറ്റ്, ലക്ഷറി ഹൗസ് ബോട്ട്സ് ഇൻ കേരള വന്നിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്നതിനകത്തുള്ള കണ്ടന്റുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ സ്റ്റൈല് നമുക്കിവിടെ റീജനറേറ്റ് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റൈൽ ഇത് മാറ്റി തരും. ഓക്കെ, ഇതിന്റെ സ്റ്റൈൽ ഇപ്പോൾ ഇത് മാറ്റിയിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഡിഫറെന്റ് സ്റ്റൈലിലുള്ള ഡിസൈൻസ് തരും. ഈ ഒരു ലോഗോ എങ്ങനെയാണ് മാറ്റുന്നത് നോക്കി. ഈ ലോഗോയോ പേരോ ഒക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ബ്രാൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിന്ന് ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ലോഗോ നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ലോഗോ, വേറൊരു ലോഗോ അപ്ലോഡ് ചെയ്യാണ്. ഈ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ലോഗോ ഇപ്പൊ ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഇപ്പൊ കൊടുത്ത ഈ ഒരു ലോഗോ ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, കോക്കോ ഹൗസ് ബോട്ട്സ് എന്ന് എനിക്ക് ആക്കണമെങ്കിൽ ഇവിടെ എനിക്ക് കോക്കോ ഹൗസ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ഹൗസ് ബോട്ട്സ് എന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇതേപോലെ നമുക്ക് ഇതിനകത്തുള്ള ഓരോ ഐറ്റംസും നമുക്ക്
ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഹൗസ് ബോട്ട്സ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, ഫ്രീ ആയിട്ട് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. പിന്നെ ഇതിനെ നമുക്ക് ഒരു കസ്റ്റം ഡൊമൈൻ ഒക്കെ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പെയ്ഡ് പ്ലാനിലേക്ക് പോകണം എന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ വെബ്സൈറ്റ് നിർമ്മിക്കാൻ പോലും നമുക്ക് എന്ത് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂള് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് വരുമ്പം ഇതേപോലെ പെയ്ഡ് പ്ലാനിലേക്ക് പോകണോ വേണ്ടതെന്നൊക്കെ ചോദിക്കും. പെയ്ഡ് പ്ലാൻ എടുക്കാതെ നമുക്കിതിന്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ ഫ്രീ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സൈറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പബ്ലിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കിട്ടും. ഇവിടെ പബ്ലിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ഈ പബ്ലിഷ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ലിങ്ക് തന്നെ ഇത് ജനറേറ്റ് ചെയ്ത് തരും. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു വെബ്സൈറ്റ് ആയിട്ട് മാറി വരികയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നേന്നിരുന്ന് പ്രോഗ്രാം എഴുതുന്നതിന് പകരം ഈ mixo.io എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. കമാൻഡ് കൊടുത്ത് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ പല വെബ്സൈറ്റ് ഡിസൈനേഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഒരുപാട് പൈസ ചിലപ്പം ഈടാക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പല ടെക്നിക്കൽ ടേംസും ഒക്കെ അവർ പറയും. അപ്പൊ ഞാൻ ഇവിടെ കാണിച്ച ഈ ഒരു മിക്സോ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആർക്കും വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഈ വെബ്സൈറ്റിന്റെ ലിങ്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് കിട്ടി. ഓക്കെ, സൈറ്റിന്റെ പേര് mixo.io എന്നാണ്, MIXO.io. അതുകൂടെ ഞാനിവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്യാണ്. അപ്പൊ ഇങ്ങനെയുള്ള ടൂൾസ് ഒക്കെ അവൈലബിൾ ആയ സ്ഥിതിക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പകരം സ്മാർട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ പല ടൂൾസും നമ്മുടെ സമയം ലാഭിക്കും, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പൈസ ചെലവുകളെ ലാഭിക്കും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കും. ഇതൊക്കെയാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ പുതുതായിട്ട് അപ്ലൈ ചെയ്യേണ്ട സംഗതികൾ എന്നുള്ളതാണ്. ഇവൻ വെബ്സൈറ്റ് നിർമ്മിക്കാൻ വേറൊരു കിടിലൻ ടൂള് എന്ന് പറയുന്നത് വേർഡ്പ്രസ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. വേർഡ്പ്രസ്, ഈ വേർഡ്പ്രസ് എന്ന് പറയുന്ന സംഗതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതാണ്ട് 12,000-ഓളം വെബ്സൈറ്റിന്റെ ടെംപ്ലേറ്റ്സ് ഓൾറെഡി അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. 12,000 വെബ്സൈറ്റിന്റെ മോഡലുകൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്കൊരു വെബ്സൈറ്റ് ആക്കി മാറ്റാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഒരു ഓർഗാനിക് കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്, അത് പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. ഞാനിത് ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ആക്ച്വലി അതിൻ്റെ ഒരു ഹോം പേജ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് എടുത്ത് എഡിറ്റ് ചെയ്യുന്നത് അറിയണമെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, വേർഡ്പ്രസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. വേർഡ്പ്രസ്. ഓക്കെ, വേർഡ്പ്രസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അത് ചെയ്യാം എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വേർഡ്പ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ wordpress.org എന്ന് പറയുന്ന സൈറ്റിനകത്ത് നമുക്ക് നിരവധി വെബ്സൈറ്റ് ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കും. ഞാൻ ആ സൈറ്റ് ഒന്ന് എടുക്കുകയാണ്. ഈ സൈറ്റിലേക്ക് വരുമ്പോൾ തീംസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. തീംസ് നോക്കി, തീംസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 12,236 ഫ്രീ തീമുകൾ ഇതിനകത്തുള്ളതായിട്ട് കാണാൻ പറ്റും. ഈ ഫ്രീ തീംസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം വെബ്സൈറ്റിന്റെ മോഡലുകളാണ്. ഇപ്പൊ നമുക്കൊരു സ്കൂളിന്റെ വെബ്സൈറ്റ് വേണമെങ്കിൽ ഇവിടെ സ്കൂൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിന് പറ്റിയ തീം നമുക്കിവിടെ. നമുക്കൊരു കമ്പനിയുടെ സൈറ്റ് നിർമ്മിക്കണമെങ്കിൽ കമ്പനി എന്നിവിടെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് പറ്റിയ തീമുകൾ ഇവിടെ കിട്ടും. ഒരു ന്യൂസ് പോർട്ടൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ബ്ലോഗ് ഉണ്ടാക്കണം, ബ്ലോഗിന് പറ്റിയ തീം കിട്ടും. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കും. ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റ് വേണമെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ 1-2 അല്ല, 12,236 വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ അതിന്റെ മോഡലുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ wordpress.org-യുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് ഇതൊരു സൈറ്റാക്കി മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഈ വേർഡ്പ്രസ് എന്ന് പറയുന്ന സംഗതി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഇതേപോലെ നത്തിങ് ഹിയർ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് സൈറ്റ്. ഓക്കെ, ഇതിനകത്തേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ പെട്ടെന്ന് കസ്റ്റമൈസ് ചെയ്ത് സൈറ്റാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കൊടുക്കാനുള്ള ഇമേജുകളൊക്കെ നമ്മുടെ കയ്യിൽ വേണം. ഇതിൽ കൊടുക്കാനുള്ള ഇമേജുകൾ എവിടെ നിന്ന് എടുക്കാം? ഞാൻ നേരത്തെ പറഞ്ഞു, ഇമേജുകൾ നമുക്ക് ക്യാൻവ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ക്യാൻവയ്ക്കകത്ത് നമുക്ക് നിരവധി ഇമേജുകൾ എടുക്കാം എന്ന് പറഞ്ഞു.
ഇപ്പൊ നമുക്കൊരു ഓർഗാനിക് കമ്പനിയുടെ സൈറ്റാണ് നിർമ്മിക്കേണ്ടതെങ്കിൽ ഓർഗാനിക് ബാനർ എന്ന് കൊടുത്താൽ മതി. ബാനർ ഇമേജസ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് പറ്റിയ ഡിസൈൻസ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഓർഗാനിക് ബാനർ ടെംപ്ലേറ്റ്സ്. ഈ കാണുന്നത് ഓർഗാനിക് കമ്പനികൾക്ക് പറ്റിയ ബാനർ ടെംപ്ലേറ്റ്സ് ആണ്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇമേജുകൾ നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നോക്കി, ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ആ സ്റ്റെപ്സ് ഒന്ന് കാണിക്കാം. നോക്കി, ഇതിനകത്ത് വരികയാണെങ്കിൽ, ഈ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു തീം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് മാറുകയും, ഇപ്പൊ നമ്മുടെ സൈറ്റ് ഇപ്പോൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം നമ്മൾ മറ്റൊരു തീം സെലക്ട് ചെയ്യുന്നു. ഈ തീം എനിക്ക് വേണ്ട, ഞാൻ പുതിയൊരു തീം സെലക്ട് ചെയ്യാം. പുതിയൊരു തീം സെലക്ട് ചെയ്ത് ആക്ടിവേറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇതിന്റെ സ്ട്രക്ചറൊക്കെ അങ്ങ് മാറും. ഓക്കെ, പുതിയ തീം ഞാൻ ഇവിടെ ആക്ടിവേറ്റ് ചെയ്തു. ഈ പുതിയ തീം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സൈറ്റ് എങ്ങനെ ഇരിക്കുന്നു നോക്കിയേ. മൂവ് ചെയ്യുന്ന ചില സ്ലൈഡേഴ്സ് ഒക്കെ ഉള്ള ഒരു സൈറ്റായി മാറും. ഈ ഇമേജുകളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്താൽ മതി. ഈ പേര് നമ്മൾ റീപ്ലേസ് ചെയ്യണം, ഫോൺ നമ്പർ റീപ്ലേസ് ചെയ്യണം. ഇതെല്ലാം റീപ്ലേസ് ചെയ്ത് നമുക്ക് നമ്മുടെ സൈറ്റാക്കി മാറ്റാൻ പറ്റും. അതിനിവിടെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമുക്ക് കസ്റ്റമൈസിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, വേർഡ് പ്രസ് സൈറ്റ് എന്നുള്ള പേര് നമുക്ക് മാറ്റണമെങ്കിൽ അതിനടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ നേച്ചർ ഫ്രഷ് ഓർഗാനിക്സ് എന്നാക്കുകയാണ്. നേച്ചർ ഫ്രഷ് ഓർഗാനിക്സ്. ഫോൺ നമ്പറിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫോൺ നമ്പർ നമ്മൾ അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കും. പബ്ലിഷ് കൊടുത്തു. ഇനി ഈ ഫോൺ നമ്പർ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നിരിക്കട്ടെ. ഈ ഒരു ഇമേജ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ എഡിറ്റ് കൊടുത്തിട്ട് ഈ ഇമേജിന് പകരം നമ്മൾ നേരത്തെ ക്യാൻവയിൽ ഡിസൈൻ ചെയ്ത് വെച്ച ഇമേജുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അങ്ങനെ ക്യാൻവയിൽ നിന്ന് എടുത്ത ചില ഇമേജുകളാണ് ഇപ്പൊ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഓർഗാനിക് എന്ന് കാണുന്നത് ക്യാൻവയിൽ നിന്നുള്ള ഇമേജുകളാണ്. ഇപ്പൊ ക്യാൻവയിൽ നിന്ന് എടുത്ത ഇമേജുകൾ നമ്മൾ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിന്റെ ആ ഒരു ഹോം പേജ് ഇപ്പം റെഡിയാവും. ഓക്കെ, സെക്കൻഡ് ഇമേജ് ഞാൻ ചേഞ്ച് ചെയ്തു. തേർഡ് ഇമേജ് നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാം. സൈറ്റിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിലോ, സൈറ്റിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ കളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു ഗ്രീൻ കളർ കൊടുക്കുകയാണ്, പബ്ലിഷ് കൊടുക്കും. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം കണ്ട ആ സൈറ്റിന്റെ മോഡലും ഇപ്പൊ ഇമേജ് എല്ലാം ചേഞ്ച് ചെയ്ത് പേരൊക്കെ കൊടുത്തപ്പോൾ അതിന്റെ സ്റ്റൈൽ മൊത്തത്തിൽ മാറി. എന്നിട്ട് എത്ര പെട്ടെന്നാണ് നമുക്കൊരു സൈറ്റിന്റെ ഹോം പേജ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വേർഡ് പ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമേ ഇല്ല. നമ്മൾ ഒരു തീം എടുക്കുന്നു, അതിനെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് സൈറ്റ് ആക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡൊമൈൻ നെയിമിനെ പറ്റിയൊക്കെ അബ്രഹാം സാർ ചോദിച്ചിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട് സാർ. ഹൗ ടു ആഡ് ദ ഡൊമൈൻ നെയിം, എന്താണ് ഹോസ്റ്റിംഗ് സ്പേസ് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഹൗ ടു ഇൻസ്റ്റാൾ വേർഡ് പ്രസ് ആതിര ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാനിവിടെ കാണിച്ച ഈ ഒരു വെബ്സൈറ്റ് ക്രിയേഷനിൽ വേർഡ് പ്രസ് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേർഡ് പ്രസ് മാത്രമല്ല, നമുക്കൊരു പ്രൊഫഷണൽ വെബ്സൈറ്റിനകത്ത് ഒരു ഡൊമൈൻ നെയിം, ഹോസ്റ്റിംഗ് സ്പേസ്, ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ വേണ്ടി വരും. ഓക്കെ, അപ്പൊ അതുകൂടെ ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം. എന്താണ് ആക്ച്വലി ഡൊമൈൻ നെയിം, ഹോസ്റ്റിംഗ് സ്പേസ് എന്നൊക്കെ പറയുന്നത്? നമുക്ക് ഒരു സൈറ്റ് നിർമ്മിക്കാൻ നമുക്ക് ഇതേപോലെ 3 ഘടകങ്ങളാണ്: ഡൊമൈൻ നെയിം, ഹോസ്റ്റിംഗ് സ്പേസ്, ഡിസൈൻ. ഇതിനകത്ത് ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ വേറെ നല്ല ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ്സിനാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, www.todaysfresh.com ഇങ്ങനെ ഒരു പേര് നമുക്ക് എടുക്കണമെങ്കിൽ ഇതിന് ഡൊമൈൻ നെയിം എന്ന് പറയും. ഈ ഡൊമൈൻ നെയിം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. പൈസ കൊടുത്ത് മേടിക്കാനുള്ള സൈറ്റുകളുണ്ട്. ഗോഡാഡി, ഹോസ്റ്റിംഗർ എന്നൊക്കെ പറയുന്ന സൈറ്റുകളുണ്ട്. ഇപ്പൊ ഗോഡാഡി എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് അവിടെ പേര് സെർച്ച് ചെയ്തിട്ട് പേര് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് മേടിക്കാൻ സാധിക്കും. ഓക്കെ, ഇതേപോലെ നമുക്ക് പേര് ഇപ്പൊ ഗോഡാഡിയിൽ വന്നിട്ട് പേര് നമ്മളിവിടെ സെർച്ച് ചെയ്ത് നോക്കണം. ഇപ്പൊ todaysfreshonline.com എന്ന് പറഞ്ഞാണ് നമുക്ക് വേണ്ടുന്നെങ്കിൽ todaysfreshonline.com എന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുമ്പോൾ ഇത് അവൈലബിൾ ആണോ എന്ന് കാണിക്കും. അവൈലബിൾ ആണെങ്കിൽ നമ്മളത് മേടിക്കണം. 1 വർഷത്തേക്ക് ഒരു
ഒരു 600-700 രൂപയാണ് വരുന്നത്. ഇവിടെ 1 രൂപയെന്ന് കാണിച്ചിരിക്കുന്നത് 3 വർഷമൊക്കെ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന രൂപയാണ് 1 രൂപ. ആവറേജ് ഒരു വർഷത്തേക്ക് ഒരു 600-700 രൂപയാണ് വരുന്നത്. ഇത് നമ്മുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പറൊക്കെ കൊടുത്ത് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഈ പേര് നമ്മുടെ പേരിലേക്ക് വരും. ഇതിനാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ ഹോസ്റ്റിംഗ് സ്പേസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മുടെ കണ്ടന്റ് ഒക്കെ ഇന്റർനെറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഹോസ്റ്റിംഗ് സ്പേസ്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡൊമൈൻ നെയിം മേടിച്ചു കഴിഞ്ഞാൽ ഈ ഡൊമൈൻ നെയിമും ഹോസ്റ്റിംഗ് സ്പേസും നമ്മൾ ഗോഡാഡിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അവിടെ ചെന്നിട്ട് നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ആദ്യം ഡൊമൈനും ഹോസ്റ്റിംഗ് സ്പേസും മേടിച്ചാൽ അവിടെ ചെന്ന് നമുക്ക് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ. അത് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ക്ലിയർ ആവും എന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ തന്നെ ഈ വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷനും ആദ്യം ഡൊമൈനും പിന്നെ ഒരു ഹോസ്റ്റിംഗ് സ്പേസും മേടിച്ചിട്ട് അതിനകത്താണ് വേർഡ്പ്രസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ കാണിച്ച ഈ ഒരു മെത്തേഡ്സ്, അതായത് വെബ്സൈറ്റ് ക്രിയേഷന്റെ മെത്തേഡ്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ് ക്രിയേഷൻ മെത്തേഡ്, ഇങ്ങനെയുള്ള സംഗതികൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഇത് നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഈ വർക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി പറയുന്നത്. നമുക്കതിന് ക്ലയൻസിനെ കണ്ടെത്താൻ സാധിക്കും. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ക്ലയൻസ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കാനുള്ള ക്ലയൻസ്, ഇതിനെ കണ്ടെത്താൻ തന്നെ നമ്മൾ ഫേസ്ബുക്ക് ആഡ്സും ഇൻസ്റ്റാഗ്രാം ആഡ്സും റൺ ചെയ്യേണ്ടതായിട്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഈ സംഗതികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രാഫിക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാൻ പോലും നമുക്ക് ക്യാൻവ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് എല്ലാത്തിൻ്റെയും ഡിസൈൻസ് ക്യാൻവയിൽ അവൈലബിൾ ആണ് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ പലരും നേരത്തെ നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് കമന്റ് ചെയ്തു. ഇപ്പൊ ഞാൻ ഇവിടെ ചില എക്സാമ്പിൾസ് കാണിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറയുന്ന ഇതിന്റെ ഡിസൈൻസ് തന്നെ ഇവിടെ കിട്ടും. ഓക്കെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് ക്യാൻവയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡിസൈൻ ചെയ്യാനുള്ള സംഗതി കിട്ടും. ഓക്കെ. ഇതേപോലെ നമുക്ക് പോസ്റ്ററുകൾ എടുത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത്. ഇതിൽ വന്നിരിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറയുന്ന പോസ്റ്ററുകൾ തന്നെയുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു ലോഗോയും ഫോൺ നമ്പറും ഒക്കെ വെച്ച് ഇത് ഫേസ്ബുക്ക് ആഡിലൂടെ പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എൻക്വയറീസ് വരും. ആ എൻക്വയറീസിനെ നമ്മൾ ക്ലോസ് ചെയ്യുകയും ക്ലോസ് ചെയ്ത് സർവീസുകൾ ചെയ്ത് കൊടുത്തു തുടങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ സ്വന്തം ബിസിനസ്സിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ ഞാൻ 2016 മുതലേ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ 2016 മുതൽ 2020 വരെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഹോട്ടലുകളിൽ വെച്ചായിരുന്നു എടുത്തോണ്ടിരുന്നത്. പല ഹോട്ടലുകളിൽ, കൊച്ചിയിൽ, കോഴിക്കോട്, തിരുവനന്തപുരത്ത്, ബാംഗ്ലൂർ, ബോംബെ, അങ്ങനെ പല സ്ഥലങ്ങളിലായിരുന്നു ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സുകളായിരുന്നു. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായത്, കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ ബിസിനസ്സുകാരെയും പ്രൊഫഷണൽസിനെയും സ്റ്റുഡൻസിനെയും എല്ലാം ട്രെയിൻ ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ, ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കിട്ടുമ്പോഴാണ് പലർക്കും ഇത് ഒരുപാട് പൈസ കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിലേക്ക് വരുന്നത്. കുറെ പേര് സ്വന്തം നിലയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്, വെബ്സൈറ്റ് ക്രിയേഷൻ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇതൊക്കെ ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കുന്നതല്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഒരുപാട് പ്രോഗ്രാമിംഗ് ഒക്കെ ഉള്ള സംഗതിയാണെന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിയതിനു ശേഷം സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ കുറേയധികം സ്റ്റുഡൻസ് അവരാണെങ്കിൽ ഇത് പഠിച്ച് പലയിടത്തും ജോലിക്ക് കയറാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതിൽ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ പല ആൾക്കാരുണ്ട്. അതായത് കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്തൊരു പാർട്ടിസിപ്പന്റ് എന്നോട് ഒന്ന് പറഞ്ഞത്, സാർ ഇപ്പോഴാണ് ഈ ഡൊമൈൻ ഹോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു കമ്പനിക്കാർ 22,900 രൂപ ഈടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും വെബ്സൈറ്റ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം വെബ്സൈറ്റ് ഉണ്ടാക്കാൻ 35,000 രൂപ കൊടുത്തു. അതിന് പുറമെയാണ് എല്ലാ വർഷവും 22,900 രൂപ എൻ്റെ ഈടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ എന്ന് ചോദിച്ചു. ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് എല്ലാ വർഷവും 2,000-3,000 രൂപ റിന്യൂവൽ ചാർജ് കൊടുക്കേണ്ട സ്ഥലത്താണ് ഇത്രയും പൈസ ഈടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ കമ്പനികളും അങ്ങനെ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്. ചില കമ്പനികൾ നമ്മുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിന് നമ്മൾ ഇന്ന് കൊടുക്കാതിരിക്കുക, നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന വെബ്സൈറ്റ് ഡെവലപ്പേഴ്സിനോട് ഞാൻ പറയാറുണ്ട്, പിന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ബിസിനസ്സുകാരാണ്, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, അതുവഴി വേറെ ബിസിനസ് കിട്ടും. അപ്പം അവരെ, ആ കസ്റ്റമറെ നമ്മൾ കൂടെ നിലനിർത്താൻ ശ്രമിക്കുക എന്ന് ഞാൻ പലരോടും ഞാൻ പറയാറുണ്ട്. ചിലരൊക്കെ കേൾക്കാറുണ്ട്, ചിലരൊക്കെ പറയുന്നത്
നമ്മളും ബിസിനസ് അല്ലേ ചെയ്യുന്ന പറഞ്ഞ് ഇഷ്ടമുള്ള പൈസ ഈടാക്കുന്ന ആൾക്കാരുണ്ട്. എനിവേ നമ്മൾ ഈ ടെക്നോളജി മനസ്സിലാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പുതിയ അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഒക്കെ വന്ന് നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നമുക്ക് റിസൾട്ട് ലഭിക്കും. അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മളെ മുന്നേറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മളെ കവച്ചു വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കത് ഒരു ബിസിനസ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആക്കി മാറ്റിയിട്ട് അതിലൂടെ വരുമാനം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഞാൻ മറ്റ് ചില ടോപ്പിക്കുകളിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കവർ ചെയ്തതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സെഷൻസ് നടത്തുന്നത്. ഒന്ന്, ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ അവയർനെസ് എല്ലാവരിലേക്ക് എത്തിക്കുക. രണ്ടാമത്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി കൂടി ഇതിൻ്റെ ഇടയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്താണ് എന്നുള്ളത് ഞാനിവിടെ അവതരിപ്പിക്കാം. ഇതിന് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സംഗതികൾ എന്ന് പറയുന്നത് ഓൺലൈൻ മണി മേക്കിംഗ്, അതായത് ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന മെത്തേഡുകൾ നമ്മൾ കാണുന്നതായിരിക്കും. ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്, ഗ്രോത്ത് ഹാക്കിംഗ് പോലെയുള്ള ചില സംഗതികളൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിനകത്ത് എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടോപ്പിക്കുകളും ടെക്നിക്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോഴ്സാണ്. ഇതിന് ആദ്യത്തെ 3 മാസം കൊണ്ട് തന്നെ എല്ലാ ടെക്നിക്സും പഠിക്കാനും സാധിക്കും, എല്ലാ ലൈവ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ഈ ഒരു കോഴ്സിന് 1 വർഷത്തെ ഡ്യൂറേഷൻ ഉണ്ട്. 1 വർഷത്തെ ക്ലാസിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 1 വർഷത്തേക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 6 സപ്പോർട്ട് സ്റ്റാഫുകളെ ലഭിക്കും. കാരണം പലതും ചെയ്ത് നോക്കുമ്പോഴായിരിക്കും സംശയം വരും. അപ്പോൾ ഈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 6 സപ്പോർട്ട് സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് ഫോണിൽ സംസാരിക്കാം, അതുപോലെ തന്നെ വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കവർ ചെയ്യുന്നതിലേക്ക് വരുവാണെങ്കിൽ, സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് നിർമ്മിക്കുന്നത് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഫേസ്ബുക്ക് ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ കാണിച്ചത് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ബൂസ്റ്റ് പോസ്റ്റ് കൂടാതെ ലീഡ് ജനറേഷൻ ആഡ്, ട്രാഫിക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, വാട്സാപ്പ് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഇതൊക്കെ ചെയ്ത് പഠിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. ഗൂഗിൾ ആഡ്സിനെ പറ്റി ഞാൻ അല്പസമയത്തിനുള്ളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എന്താണ് ഗൂഗിൾ ആഡ്സ് എന്നുള്ളത്. അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്, ഇപ്പൊ ക്യാൻവയുടെ ഒരു 1-2 ഡിസൈൻസ് ആണ് നമ്മൾ കണ്ടത്. ഇപ്പൊ ക്യാൻവ കൂടാതെ പല ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്ത് നല്ല ഡിസൈൻസ് ഉണ്ടാക്കി ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഇതിനകത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാം എന്ന് ഞാനിവിടെ കാണിച്ചായിരുന്നു. അതേപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൂടെയൊക്കെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത്, അപ്പൊ അതിനെ എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നുണ്ട്. പേയ്മെന്റ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, പേയ്മെന്റ് ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെ. അതേപോലെ തന്നെ യൂട്യൂബ് മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഭാഗമാണ് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെത്തുന്നത്, അതേപോലെ തന്നെ കൂടുതൽ വ്യൂവേഴ്സിനെ കണ്ടെത്തുന്നത്, യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്. വീഡിയോ എഡിറ്റിംഗ് കോഴ്സിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. മൊബൈൽ ഉപയോഗിച്ച്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഗ്രോത്ത് ഹാക്കിംഗ് കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് കൂടാതെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്, ട്വിറ്റർ മാർക്കറ്റിംഗ് എല്ലാം ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് 20ഓളം മോഡ്യൂൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹോട്ട് ടോപ്പിക്കായ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, അതേപോലെ തന്നെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, ചാറ്റ് GPT ഇതിനകത്ത് വരുന്നുണ്ട്, അഡ്വാൻസ്ഡ് കൊമേഴ്സ് വരുന്നുണ്ട്, പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടോട്ടൽ കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ ഇതിന് അടുത്ത ബാച്ചിന്റെ ഫസ്റ്റ് ക്ലാസ് മറ്റന്നാൾ വൈകുന്നേരം 7:30 വരുന്നത്. ആ ക്ലാസ്സുകളൊക്കെ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. 7:30 to 9:30 സൂമിലൂടെയാണ് ലൈവ് ക്ലാസ്സിൽ വരുന്നത്. അതിന്റെ കംപ്ലീറ്റ് റെക്കോർഡിങ്സും അവൈലബിൾ ആയിരിക്കും. സാറ്റർഡേയിൽ സെപ്പറേറ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, അത് നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് കൂടാതെ മെഗാ മീറ്റപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2016 മുതൽ 2024 വരെ നമ്മുടെ പല കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകാർ, പ്രൊഫഷണൽസ്, സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഒത്തുകൂടുന്നതാണ് ഈ ഒരു മെഗാ മീറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിലൂടെ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാം, പാർട്ട്നേഴ്സിനെ കണ്ടെത്താം, ജോലിക്ക് ആളിനെ എടുക്കാം. ഇതൊക്കെയാണ് ഈ മീറ്റപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓൺലൈൻ മെഗാ മീറ്റപ്പുകളാണ്, അതിലും പങ്കെടുക്കാൻ സാധിക്കും. അങ്ങനെ 36 ലൈവ് സെഷൻസ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. ഈ ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിനകത്ത് ഓൾറെഡി
2020 മുതൽ ഓൺലൈൻ ക്ലാസ്സിൽ തുടങ്ങിയത് 2020 ജൂൺ മാസമാണ്. 2020 ജൂൺ മാസം മുതൽ കഴിഞ്ഞ ആഴ്ച വരെ കഴിഞ്ഞ ബാച്ചിന്റെ വരെ റെക്കോർഡിങ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ബാച്ച് 1 ഓൺലൈൻ ക്ലാസ് റെക്കോർഡിങ് ജൂൺ 2020. ഓക്കെ, അത് മുതൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നടത്തിയ ക്ലാസിന്റെ വരെ റെക്കോർഡിങ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 22 ബാച്ചിന്റെ റെക്കോർഡിങ്സും ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. 7th May 2024. അപ്പോൾ ഈ കോഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പഠിക്കണമെങ്കിൽ ഇതിനകത്ത് റെക്കോർഡിങ്സ് ഓൾറെഡി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് കൂടാതെ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ടായിട്ടുള്ള വീഡിയോകൾ ഇതിന്റെ ആദ്യ ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ലൈവ് ക്ലാസ്സിന്റെ സമയത്തിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇതിനകത്ത് ഈ വീഡിയോസ് നോക്കി പഠിക്കാൻ സാധിക്കും. ലൈവ് ക്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ആക്സസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഇതിനകത്തുള്ള മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് 3 മാസം കഴിയുമ്പോൾ തന്നെ ലഭിക്കും. ക്യാംറ്റേഷ്യ സ്റ്റുഡിയോ എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ലഭിക്കും. അതുപോലെ തന്നെ ക്യാൻവ എന്ന് പറയുന്ന ആ ഒരു ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞായിരുന്നു, അതിന്റെ പെയ്ഡ് ബണ്ടിൽ ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും എന്നുള്ളതാണ്. 2 വർഷത്തേക്കുള്ള കണ്ടന്റ് കലണ്ടർ. അപ്പൊ ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 31,500 വാല്യൂ വരുന്ന ഈ ഒരു കോഴ്സ് 14,500 ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. 14,500 ആണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് എന്ന് പറയുന്നത്. 1 ഇയർ കോഴ്സ് ആണെങ്കിൽ 3 മാസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. 1 ഇയർ സപ്പോർട്ടും 1 ഇയർ റെക്കോർഡിങ്സും അവൈലബിൾ ആയിരിക്കും. എങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അത് 6,500 രൂപ മാത്രമാണ് ഈ ഒരു സ്പെഷ്യൽ ഓഫർ. 6,500 ആദ്യത്തെ 10 ബുക്കിംഗ്സിന് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ടൈമർ റൺ ചെയ്യുക. ആ ടൈമറിനുള്ളിൽ പേ ചെയ്യുന്നവർക്കായിരിക്കും അത് ലഭിക്കുന്നത്. ഈ ഒരു ഓഫർ ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെയാണ് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഡീറ്റെയിൽസ് അയച്ചു തന്ന ആ എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു മോഡൽ കൂടെ ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെയാണ് ബന്ധപ്പെട്ടത്. ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം. ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചില ടോപ്പിക്കുകളിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, ഏത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണോ നിങ്ങൾ വന്നിരിക്കുന്നത് ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മെസ്സേജ് അയക്കുക, ഇൻട്രസ്റ്റഡ് എന്നുള്ള മെസ്സേജ് അയക്കുക. അയച്ചു കഴിഞ്ഞാൽ അതിന്റെ റിപ്ലൈ ആയിട്ട് പേയ്മെന്റ് അടയ്ക്കാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും. പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ കൊടുക്കുക. പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ ക്ലാസ്സുകൾ നടക്കുന്ന ഡേറ്റും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, May 14, May 21, May 28 ഇങ്ങനെ എല്ലാ ക്ലാസ്സിന്റെയും ഷെഡ്യൂൾ ലഭിക്കും. അതുപോലെ തന്നെ സപ്പോർട്ട് സ്റ്റാഫുകളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ലഭിക്കും. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ് റെക്കോർഡിങ്സിന്റെ ആക്സസും ഇന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ടൈമർ കൂടെ സെറ്റ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻസ് ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ചാറ്റ് വിൻഡോയിൽ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, 20 മിനിറ്റ്സിന്റെ ഒരു ടൈമർ കൂടെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ സജീവൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്യാം. ഹലോ. ഹലോ, ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സാർ, എനിക്കൊരു ഇൻസ്റ്റാ മോജോന്റെ ക്രിയേറ്റ് ചെയ്യുമ്പം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സാർ, ഇൻസ്റ്റാ മോജോ ഞാനിപ്പോ ഇന്നിവിടെ പറഞ്ഞ ഒരു ടോപ്പിക് അല്ല സാർ. ആക്ച്വലി നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലുള്ളതല്ലേ? അതെ 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 സാർ, ആക്ച്വലി നമ്മുടെ പെയ്ഡ് ക്ലാസ് വരുന്നത് ചൊവ്വാഴ്ച ദിവസമാണ്. ഓക്കെ, അപ്പോ ഞാനിപ്പോ ഇൻസ്റ്റാ മോജോ ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ സാറിന്? ഇൻസ്റ്റാ മോജോ നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇൻസ്റ്റാ മോജോ എന്ന് പറയുന്ന സംഗതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി instamojo.com എന്ന് പറയുന്ന സംഗതിയിലാണ് പോകേണ്ടത്. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫിലുള്ള അവർക്കൊരു മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അവർ തരികയും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിന്റെ വീഡിയോയും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരുന്നതാണ്. കാരണം ഇൻസ്റ്റാമോജോ ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത്. സാറിന് ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കും. ഞായറാഴ്ച നടക്കുന്നത് നമ്മുടെ പ്രൊമോഷണൽ ക്ലാസിന്റെ ഭാഗമായിട്ടുള്ള
സൗജന്യ ക്ലാസ് ആണ്. സാറിന് ഒരു കൺഫ്യൂഷൻ പറ്റിയതായിരിക്കും ഒരു പക്ഷേ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, പലരും ഇൻട്രസ്റ്റഡ് എന്ന് മെസ്സേജ് ഇടുന്നുണ്ട്. നാരായണക്കുറുപ്പ് സാർ. സാർ, ഇൻട്രസ്റ്റ് ഉള്ളവര് നിങ്ങളുടെ പെയ്ഡ് നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആ ഗ്രൂപ്പിലുള്ള അവർക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, പലരും പേയ്മെന്റ് അടച്ചതായിട്ടുള്ള മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. പേര്, ഇമെയിൽ അഡ്രസ്, വാട്സാപ്പ് നമ്പർ കൂടി അയച്ചു കൊടുക്കുക. ഓക്കെ, ലിയോൺ സാർ അൺമ്യൂട്ട് ചെയ്യാം. അടുത്തത് സിയ വഹാബാണ്. അത് കഴിഞ്ഞ് വിഘ്നേഷ് ആർ നായർ. ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ ജോൽ? തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉള്ളവർ മടിക്കരുത്. ഹാൻഡ് റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ചാറ്റ് വിൻഡോയിൽ പറയുകയോ ചെയ്യുക. ഓക്കെ, സിയ വഹാബ് അൺമ്യൂട്ട് ചെയ്യാം. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, ഞാൻ ഓൾറെഡി സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അതെനിക്ക് ഒന്ന് 2022 സംതിങ് ആണെന്ന് തോന്നുന്നു. ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ എങ്ങനെയാണ്? ഓൺലൈൻ. ഞാൻ പെയ്ഡ് ഒക്കെ ചെയ്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത. പക്ഷെ അന്ന് എനിക്കിത് ഉപകാരപ്പെട്ടില്ല. എനിക്കിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു സ്ഥാപനം ആരംഭിച്ചാൽ കൊള്ളാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യും. ആക്ച്വലി അന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. എന്താണ് പറ്റിയത്? അല്ല, അന്ന് ഞാൻ കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഒന്നുമില്ല. അന്ന് എനിക്ക് ആഗ്രഹം കൊണ്ട് ചെയ്തു. പക്ഷെ ഇപ്പൊ ഞാനത് പ്രൊഫഷണലാക്കുക. ഓക്കെ. അതായത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പൊ, അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നേരത്തെ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് വീണ്ടും റീജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഓഫർ ഉണ്ട്. നിങ്ങൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിൻ്റെ അടുത്ത് പറയുക നേരത്തെ ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ള കാര്യം പറയുക. പിന്നെ സാറ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മുടെ ഫേസ്ബുക്കില് നമുക്ക് എത്ര പേജസ് ഉണ്ടാക്കാൻ പറ്റും? ഇപ്പൊ നമുക്കിപ്പോ നമ്മളൊരു അതായത് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എത്ര പേജ് ക്രിയേറ്റ് ചെയ്യും? എത്ര പേജ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വേറൊരാൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ കൂടെ അതിനകത്ത് അഡ്മിൻ ആക്കുവാണെങ്കിൽ അവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവരെ അഡ്മിൻ ആക്കിയില്ലെങ്കിൽ നമ്മൾ മാത്രമായിരിക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ലിമിറ്റ് ഇല്ല. അല്ല സാറേ, ഇപ്പൊ എന്റെ ഒരു പേഴ്സണലായിട്ട് എനിക്കൊരു പേജ് ഉണ്ട്. അപ്പൊ എന്റെ കമ്പനിയുടെ പേരിൽ നമുക്ക് അതിൽ തന്നെ ഒരു പേജ് ഓണാക്കി പിന്നെ അടുത്ത എനിക്കൊരു 10 ക്ലയൻസ് ഉണ്ടെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് 10 പേരെയും ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് സാർ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു, ഫേസ്ബുക്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. രണ്ടാമതൊരു പേജും കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വരുമ്പോൾ ഇടതുവശത്ത് പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമല്ലോ. ഈ പേജസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പേജുകളും കാണിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ക്ലയൻസിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ക്ലയൻസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പേജുകളും. ഇപ്പൊ ഞാനിവിടെ പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേജുകൾ നോക്കി. ഇത് നമ്മുടെ കമ്പനിയുടെ പേജാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പേജസ്, ഡിജിറ്റൽ മാഗ്നറ്റും നമ്മുടെ കമ്പനിയുടെ പേജാണ്. പിന്നെ ഈ താഴേക്ക് വരുമ്പോൾ പലതും ഞാൻ ക്ലാസ്സുകളിൽ ഡെമോ കാണിക്കാറുള്ളതാണ്. ഓക്കെ, നേച്ചർ ഫ്രഷ് ഓർഗാനിക്സ് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഞാൻ പല ക്ലാസ്സുകളിൽ ചെയ്ത് കാണിച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതേപോലെ എത്ര പേജുകൾ വേണമെങ്കിലും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഒരാൾക്ക് എത്ര ബിസിനസ് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അതുപോലെ അല്ല, അപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്, അപ്പൊ ഇതിനകത്ത് അവരെയും കൂടെ അഡ്മിൻ ആക്കണമെങ്കിൽ നമുക്ക് ആ പേജ് മാത്രമായിട്ട് അവരെ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? അവരെ കൊണ്ട് ഓപ്പൺ ചെയ്യിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ പേജ് ആക്സസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളെ കൂടെ ആ പേജിനകത്ത് അഡ്മിൻ ആക്കാൻ പറയണം. അതായത് ഒരു പേജിനകത്ത് ആ പേജിന് മാത്രം ആക്സസ് കൊടുക്കാൻ പറ്റും, വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റും. അതായത് നമ്മുടെ പേജിന്റെ അകത്ത് തന്നെയാണ് മറ്റേ പേജ് വരുമെങ്കിലും നമുക്ക് അവർക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും. ആക്സസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് അവർക്ക് ബന്ധമൊന്നുമില്ല. ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറാനോ പോസ്റ്റ് ഇടാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ കൊടുത്തിരിക്കുന്ന ആക്സസ് ആ പേജിന് മാത്രമാണല്ലോ. ആ പേജ് മാത്രം ആക്സസ് ചെയ്യാനും പേജിനകത്ത് പോസ്റ്റ് ഇടാനൊക്കെ സാധിക്കും. ആ രീതിയിൽ പേജിൽ അഡ്മിൻ ആക്കാൻ പറ്റും. ശരി, ഫൈൻ സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ 1-2 പാർട്ടിസിപ്പൻസ് അവർക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല ഗ്രൂപ്പിൽ നിന്ന് പറയുന്നു. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഗ്രൂപ്പിൽ ഇതേപോലെ ഓഫർ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ എക്സിക്യൂട്ടീവ്സ് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം ഒരുപാട് എൻക്വയറീസ് വരുന്നത് കൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക, അവരത് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് എൻക്വയറീസ് വരുന്ന സമയത്ത് അതിന്റെ ഒരു ഡിലേ വരുന്നതായിരിക്കും. റെസ്പോൺസ് കൊടുക്കുകയും അഡ്മിഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയും ഇപ്പം തന്നെ പലരും പേയ്മെന്റ് അടച്ചതായിട്ടുള്ള മെസ്സേജ് വന്നിട്ട് നിങ്ങൾ ആദ്യം എൻക്വയറി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിനകത്ത് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ പലരും പേയ്മെന്റ് അടച്ചതായിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യുക. ഇൻഫോം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മിസ്സായി പോകും. മുഹമ്മദ് സാറ്, ഷിബു, അതേപോലെ തന്നെ ഖാദർ, ഇർഫാൻ, സന്ധ്യ ഇവരുടെയൊക്കെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. നിങ്ങളെ ആക്സസ് ഇന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. കോഴ്സിലേക്കുള്ള ആക്സസ് ഇന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. റെക്കോർഡിങ്സ് കണ്ട് പഠിത്തം ഇമ്മീഡിയറ്റ് ആയിട്ട് ആരംഭിക്കാം.
അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ മറ്റന്നാൾ വൈകുന്നേരമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ചിലർക്ക് സംശയം ഉണ്ടായിരിക്കും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ഒരുപാട് ടെക്നിക്കൽ ആണെന്നുള്ളത്. അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ അടുത്തൊരു പാർട്ടിസിപ്പന്റ്, നമ്മുടെ പെയ്ഡ് കോഴ്സിലോട്ട് പാർട്ടിസിപ്പന്റ് പറഞ്ഞത്, സാർ ഈ കോഴ്സ് ഞാൻ ജോയിൻ ചെയ്ത കാര്യം എൻ്റെ ഒരു സുഹൃത്ത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയും നിനക്കിതൊന്നും മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞു ഓടിച്ചു വിട്ടെന്ന്. ഇവർ നമ്മൾ ആരോടും അങ്ങനെ പറയാൻ പാടില്ല. എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയൊക്കെ എല്ലാവർക്കും, ചിലർക്ക് ഒരല്പം സമയം എടുക്കും, അത്രമാത്രം. അപ്പൊ ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയാണ്. അതുകൊണ്ട് കൂടിയാണ് ആക്ച്വലി ഈ കോഴ്സിനകത്ത് 6 സപ്പോർട്ട് സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നിങ്ങളുടെ നോളജ് ലെവലിൽ ഏത് ബേസിക് നോളജ് ആണെങ്കിൽ പോലും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് 6 സപ്പോർട്ട് സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഏത് ബേസിക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ലൈവ് ക്ലാസ്സിലും ചോദിക്കാം, അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകളോട് ചോദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, ഐ മിസ് ദ പ്രൊമോഷൻ ഫീസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു ഫീസ് എന്നുള്ളത് മിനി മാഡം ചോദിക്കുന്നു. ഓക്കെ, ഫീസ് ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 ആണ്. കോഴ്സിന്റെ ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 ആണ്. ഓഫർ ഫീസ് 6,500 ആണ്. നമ്മുടെ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത എക്സിക്യൂട്ടീവിനെ തന്നെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അവർ തരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് വഴി കോഴ്സിലേക്ക് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 14,500 പേ ചെയ്യേണ്ടി വരും. കാരണം വെബ്സൈറ്റിനകത്ത് 14,500 എന്ന് പറയുന്ന ആ ഒരു ഫീസ് മാത്രമാണുള്ളത്. ഓഫർ ഫീസ് ഈ ഒരു വെബിനാറിലൂടെ ലഭിക്കുന്നതാണ്. നമുക്ക് ഡിജിറ്റൽ മാഗ്നറ്റ് online.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് വരികയാണെങ്കിൽ അതുവഴി പേയ്മെന്റ് അടയ്ക്കാൻ സാധിക്കും. പക്ഷെ അവിടെ 14,500 എന്ന് പറയുന്ന ഫീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. വിഘ്നേഷ് സാർ അൺമ്യൂട്ട് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ, നമ്മളിപ്പോ ക്യാൻവയിൽ ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെങ്ങനെയാ ഫേസ്ബുക്കിലേക്ക് ഇടാം? ഫേസ്ബുക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ എടുത്തതിന് ശേഷം ആ ഫേസ്ബുക്ക് പേജിനകത്ത് വന്ന് നമുക്ക് നോക്കി, ഇപ്പോൾ ഇവിടെ ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഇടേണ്ടതെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് ഫോട്ടോ ഓർ വീഡിയോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇതേപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ എടുത്ത ലോഗോ ആണ്. നോക്കി, ആ ലോഗോ ഞാൻ ഡൗൺലോഡ് ചെയ്തപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് വന്നായിരുന്നല്ലോ. ആ ലോഗോ ഇപ്പം ഞാൻ ഫേസ്ബുക്കിൽ എടുത്തതിന് ശേഷം ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, പോസ്റ്റ് ചെയ്യാം. നമ്മൾ നോർമലി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് പോലെ ഇടണമെങ്കിൽ ക്യാൻവയിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കണം. കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് വരും, മൊബൈലിലാണെങ്കിൽ മൊബൈലിന്റെ ഗാലറിയിൽ വരും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഫേസ്ബുക്കിലേക്ക് കൊടുക്കാം. ഓക്കെ സാർ, പിന്നെ നമ്മളുടെ ഇമേജ് എങ്ങനെയാ മിക്സോയിൽ ഇടാം? നമ്മുടെ ഇമേജ് മിക്സോയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ആ മിക്സോയ്ക്കകത്ത് കിട്ടുന്ന സൈറ്റിനകത്ത് എഡിറ്റ് കൊടുക്കാൻ പറ്റും. നമ്മൾ മിക്സോയിൽ കമാൻഡ് കൊടുക്കുമ്പോൾ വെബ്സൈറ്റ് നിർമ്മിച്ചു തരുമല്ലോ. ഈ നിർമ്മിച്ചു തരുന്നതിനകത്ത് ഓരോ കണ്ടന്റിനകത്ത് നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഈ എഡിറ്റ് ഓപ്ഷൻ കൊടുത്താൽ ആ ഫോട്ടോ മാറ്റി വേറെ ഫോട്ടോ വെക്കാം. ആ കൊടുത്തിരിക്കുന്ന വേർഡിങ്സ് മാറ്റി നമ്മുടെ വേർഡിങ്സ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതി ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം എഡിറ്റബിൾ ആണ് അതിനകത്തുള്ളത്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ജോയ് സാമുവൽ സാർ അൺമ്യൂട്ട് ചെയ്യാം. സാർ, എൻ്റെ ക്വസ്റ്റ്യൻ സാർ, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസുകൾ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ലൈസൻസുകൾ അങ്ങനത്തെ ഈ സർവീസസ് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി? അതെ, അതൊരു സർവീസ്, അതായത് ഇപ്പോൾ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആണ്. അല്ലെങ്കിൽ ഉദ്യോഗ ആധാർ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഉദ്യോഗ ആധാർ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒരു ചെറിയ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഗവൺമെന്റിനെ ഇൻഫോം ചെയ്യുന്നതാണ് ഉദ്യോഗ ആധാർ. ഉദ്യോഗ ആധാറിന്റെ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ ചെന്ന് പിന്നെ ഇന്ന സർവീസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് എടുക്കുവാണെങ്കിലും പറ്റും. അത് പിന്നെ നമ്മുടെ അക്ഷയ കേന്ദ്രം വഴി വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈവൻ വീട്ടിലെ അഡ്രസ്സ് വെച്ച് തന്നെ എടുക്കാൻ പറ്റും. അല്ലാതെ നമുക്കൊരു കൊമേഴ്ഷ്യൽ സ്പേസ് ഒന്നും വേണമെന്നൊന്നുമില്ല. ഒരു ഉദ്യോഗ ആധാർ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ള രീതി എടുക്കാം. GST ഒന്നും തുടക്കത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സർവീസിന് പിന്നെ 20 ലക്ഷം രൂപയിൽ കൂടുതൽ ടേൺ ഓവർ ഒക്കെ വന്നതിന് ശേഷം GSTയിലേക്ക് പോയാൽ മതി. ഓക്കെ, ഒരു വീട്ട് അഡ്രസ്സ് വെച്ച് തന്നെ എടുത്ത് വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് കൊടുത്തു തുടങ്ങാം. നല്ലൊരു സംഗതിയാണ്. ഓക്കെ, സിയ വഹാബ് അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ?
ഓക്കെ. ലിയോൺ സാർ അൺമ്യൂട്ട് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് കേൾക്കാണ്ടോ? ഈവനിങ്. കേൾക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സാറിനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓക്കെ ഇതുപോലെ വൈകിട്ട് വന്നുള്ള ഒരു ക്ലാസ്സിൽ. ഓക്കെ എനിക്ക് അറിയേണ്ടത്, ഞാൻ കുറച്ച് പ്രോഡക്റ്റ് നമ്മുടെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ സപ്ലൈ ചെയ്യാൻ കുറച്ച് പ്രോഡക്റ്റുകൾ, ഓക്കെ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഒരു ആപ്പാ എന്തെങ്കിലും ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ആപ്പൊക്കെ തുടക്കത്തില് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതിനകത്ത് ചില റിസ്കുകളുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സെയിൽ നടന്നില്ലെന്നുണ്ടെങ്കിൽ ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പൈസ നമുക്ക് നഷ്ടം വരത്തില്ലേ. അതിന് പകരം ഞാൻ പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ഈ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്ട്സ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് നമുക്ക് ഫ്രീ ആയിട്ട് നിർമ്മിക്കാം ഫേസ്ബുക്കിൽ. ഓക്കെ. അപ്പോ ഇപ്പൊ ഇവിടെ പേജസ് എടുക്കുക. എന്തുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റ് ആണ്? എന്തുമായിട്ട്? അത് പല സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് ഫുഡ് ഐറ്റംസും ഉണ്ട്, ഓക്കെ, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റും ഉണ്ട്. ഓക്കെ. അപ്പൊ അതിനൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ആ പേജിന് നമ്മൾ എന്താണോ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന് മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പേര് കൊടുത്ത് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഈ പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ സെല്ല് ചെയ്യാൻ അത് ഫ്രീ ആയിട്ട് നിർമ്മിക്കാം. പേജ് നമുക്ക് ഫ്രീ ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ. അപ്പൊ അതില് നമ്മൾ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് ഇമേജ് നമുക്കത് ഫോട്ടോ എടുത്ത് ക്യാൻവയിൽ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്തിട്ടിടാം. പിന്നെ അല്ലെങ്കിൽ ക്യാൻവയിൽ ചെന്നിട്ട് നേരെ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു പോസ്റ്റ് ആയിട്ട് നമുക്ക് ഇടാൻ സാധിക്കും. ഇതുപോലെ പോസ്റ്റ് ആയിട്ട് കൊടുക്കാം. ഈ കൊടുത്ത പ്രോഡക്റ്റിനെ നമുക്ക് ഇവിടെ ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ. ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൊക്കേഷന്, ഏജ് ഗ്രൂപ്പ്, ഇൻട്രസ്റ്റ് ഒക്കെ ടാർഗറ്റ് ചെയ്യാം. അവിടെ ഒരു 5 കിലോമീറ്റർ റേഡിയസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അതിനാണ് നമ്മൾ ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന സംഗതി. അത് നമുക്ക് ഏത് ഏരിയയിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര വയസ്സിനും ഇടയിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റും. എവിടെയാണ് സാറിന്റെ ലൊക്കേഷൻ? എവിടെയാണ്? കുന്നംകുളം. ഓക്കെ. ഇപ്പൊ കുന്നംകുളം ആണെങ്കിൽ ഇപ്പം കുന്നംകുളം എന്ന് പറയുന്ന ലൊക്കേഷൻ നമുക്ക് ഇതേപോലെ ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇപ്പൊ കുന്നംകുളം എന്ന് പറയുന്ന ലൊക്കേഷൻ നമുക്ക് ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ലൊക്കേഷന് എത്ര കിലോമീറ്റർ ചുറ്റളവ് വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ. 5 കിലോമീറ്റർ മതിയെങ്കിൽ 5 കിലോമീറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ റേഡിയസ് കൊടുക്കുവാണെങ്കിൽ ആ പർട്ടിക്കുലർ ലൊക്കേഷനകത്തുള്ള ആൾക്കാരെ ആയിരിക്കും ആ പരസ്യം കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നത് പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ മെൻ ഒൺലി കൊടുക്കാം. അപ്പം നമുക്ക് ആ ആഡിന് കൂടുതൽ റിസൾട്ട് കിട്ടും. ഓക്കെ. ഏജ് ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് എൻക്വയറി ചെയ്യുന്നെങ്കിൽ ആ ഏജ് ഗ്രൂപ്പ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലേക്കായിരിക്കും ഫേസ്ബുക്ക് ആ പരസ്യം കൊണ്ടുപോയി കൂടുതലായിട്ട് കാണിക്കുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഏരിയയിൽ നിന്നെല്ലാം എൻക്വയറീസ് വരികയും അത് നല്ല രീതിയിൽ സെയിൽ നടക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മൊബൈൽ ആപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് പോകാം. വെബ്സൈറ്റ് പിന്നെ വലിയ ചെലവില്ലാതെ നിർമ്മിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പേയ്മെന്റും അതിലൂടെ ചെയ്യാൻ പറ്റും. അതെ, പേയ്മെന്റും ചെയ്യാൻ പറ്റും. പേയ്മെന്റ് നമുക്ക് ഇങ്ങോട്ട് കളക്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാമോജോ എന്ന് പറയുന്ന ഒരു സൈറ്റിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് പേയ്മെന്റ് ലിങ്കുകൾ നിർമ്മിക്കാൻ സാധിക്കും. instamojo.com. ഇത് പേയ്മെന്റ് ഗേറ്റ്വേ എന്നാണ് പറയുന്നത്. instamojo.com എന്ന് പറയുന്ന സൈറ്റിനകത്ത് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ അപ്രൂവൽ ഉള്ള സൈറ്റാണ് ഇൻസ്റ്റാമോജോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അപ്പൊ കളക്ട് ചെയ്യുന്ന പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ കോഴ്സിനകത്ത് തന്നെ പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റാമോജോ പേയ്മെന്റ് ലിങ്ക് ഉണ്ട്. അപ്പൊ ഈ ഇൻസ്റ്റാമോജോ പേയ്മെന്റ് ലിങ്ക് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. ഇപ്പൊ കോഴ്സിൽ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതുവഴി അടയ്ക്കുന്ന പേയ്മെന്റ്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് വരികയും അത് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. ഓക്കെ. ഇതേപോലെ പേയ്മെന്റ് അടച്ചിരിക്കുന്നത് ഇപ്പൊ 6500 ഓഫർ ഫീസ് അടച്ചിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടോ? അതായത് ഇതേപോലെ. അപ്പൊ ഇത് ഒരു പേയ്മെന്റ് ലിങ്ക് ആണ്. നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് പേയ്മെന്റ് അടയ്ക്കുന്നത്. ഇതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ അല്ലെങ്കിൽ സർവീസ് എന്താണോ അതിന് പേയ്മെന്റ് ലിങ്കുകൾ ഉണ്ടാക്കാൻ പറ്റും. പേയ്മെന്റ് ലിങ്ക് ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് പേയ്മെന്റ് അടയ്ക്കുമ്പോൾ ഇതേപോലെ അവരുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ ഒക്കെ കിട്ടും. അതുപോലെ എത്ര രൂപ അടച്ചു എന്നൊക്കെ ഉള്ളത് കിട്ടും. ഇത് ഇൻസ്റ്റാമോജോ എന്ന് പറയുന്ന സൈറ്റ്. അതെ, ഇൻസ്റ്റാമോജോ
.com ചെന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഇതിപ്പോ ഫ്രീ എന്ന് പറഞ്ഞത് ഇത്ര കാലയളവിന് അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം ഫ്രീ ആണ്. ഇതിനകത്ത് പിന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നതിന് കമ്മീഷൻ അവർക്ക് 2% എന്ന് പറയുന്ന കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷൻ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ കമ്മീഷൻ കസ്റ്റമറുടെ നിന്ന് പിടിക്കുന്ന രീതിയിലും സെറ്റ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാമോജോയിൽ. ശരി, അതെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഓഫർ എൻഡ് ചെയ്യാൻ 3 മിനിറ്റ്സ് ആണുള്ളത്. അപ്പോൾ മറ്റന്നാളത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ ബന്ധപ്പെടുക. ഇപ്പോൾ ചില ഗ്രൂപ്പിൽ ക്ലോസ് ചെയ്തു എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസ് ചെയ്ത ഒരു പാർട്ടിസിപ്പന്റ് ചോദിക്കുന്ന, ക്ലോസ് ചെയ്ത ഒരു ഗ്രൂപ്പിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലോസ് ചെയ്ത ഗ്രൂപ്പിൽ 14,500 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 7,500, പിന്നീട് 7,000 2 ഇൻസ്റ്റാൾമെന്റിനുള്ള ഓപ്ഷൻ ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പുകളിൽ അവൈലബിൾ ആണ്. ഓഫർ കഴിയാത്ത ഗ്രൂപ്പിൽ 6,500 അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, കഴിഞ്ഞ ഗ്രൂപ്പുകളിൽ 2 ഇൻസ്റ്റാൾമെന്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, 3 മിനിറ്റ്സ് ആണ്, 2.5 മിനിറ്റ്സ് ആണുള്ളത്. സജീവ് സാർ അൺമ്യൂട്ട് ചെയ്യാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചോളൂ സർ. അത് എനിക്ക് ഒരു സ്കൂളിന്റെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സൈറ്റ്. ഞാൻ സ്കൂളിലെ HM ആണ്. ഓക്കെ, ഇതിനു വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ സർ? തീർച്ചയായിട്ടും സൗജന്യമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെ, നമുക്ക് സൗജന്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ ഈ വെബ്സൈറ്റ് ഓൾറെഡി ഉണ്ട്, പക്ഷെ നമ്മൾ തന്നെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം സ്കൂളിന്റെ വെബ്സൈറ്റ് വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്താൽ നമുക്ക് അവരുടെ പാസ്വേഡും യൂസർ ID ഒന്നും തരുന്നില്ല. നമ്മൾ ഫോട്ടോസ് ഒക്കെ അവർക്ക് അയച്ചു കൊടുത്ത് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ട് വേണം സൈറ്റിലേക്ക്. അതെ, അത് തന്നെയാണ് പലരും ഫേസ് ചെയ്യുന്ന പ്രശ്നം. കാരണം നമ്മൾ വിചാരിക്കും ഒരു 1 ടൈം ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ക്രിയേഷൻ കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ ഓരോ പ്രാവശ്യം അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അവർ പൈസ മേടിച്ചോണ്ടിരിക്കുക. അത് ഒഴിവാക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ യൂസർ നെയിമും പാസ്വേഡും അവരുടെ നിന്ന് മേടിച്ച് വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അവര് എന്താണ് പറയുന്നത് ചോദിക്കുമ്പോൾ എന്താണ് സാർ അവർ പറയുന്നത്? അല്ല, അത് തരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര 15,000 രൂപ തരണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. യൂസർ ഐഡിയും പാസ്വേഡും തരണമെങ്കിൽ നിങ്ങൾ 15,000 പേ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്നത്. അതെ, കാരണം ഇതിനു മുമ്പ് നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റിനോട് ചോദിച്ചത് 50,000, അതായത് 50,000 രൂപ തന്നാലേ ആ ഡൊമൈൻ വിട്ടു തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അതായത് അതുകൂടെ ഞാനൊന്ന് പറയാം സാർ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്. അതായത് നമ്മളൊരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നതിരിക്കട്ടെ. ഓക്കെ, www.todaysfresh.com എന്ന് പറയുന്ന ഒരു സൈറ്റ് നമ്മൾ നിർമ്മിക്കുമ്പോൾ ഈ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ആരുടെ പേരിലാണ് കിടക്കുന്നത്, അവരാണ് ആക്ച്വലി വെബ്സൈറ്റിന്റെ ഓണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കേസിൽ ഈ വെബ്സൈറ്റ് നമ്മുടെ പേരിലല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിലേക്ക് ആക്കി തരാനെങ്കിലും പറയാം. കാരണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പൊ വീട് വെച്ചിട്ട് വീടിന്റെ ആധാരം അതിന്റെ മേശയുടെ പേര് കിടക്കുന്നതിന് തുല്യമാണ് വെബ്സൈറ്റ് അഡ്രസ് അവരുടെ പേരിൽ. അതിനെപ്പറ്റി സാറിന് എന്താണ് ഐഡിയ? ആ വെബ്സൈറ്റ് സ്കൂളിന്റെ മാനേജ്മെന്റ് പേരില്ല. അതെ, അതും വേറൊരു പ്രശ്നമാണ്. കാരണം നമുക്ക് അത് കിട്ടാതെ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരാളെ അപ്രോച്ച് ചെയ്യാനോ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനോ പറ്റത്തില്ല. കാരണം എല്ലാം അവരുടെ കയ്യിലിരിക്കുകയാണ്. ഡൊമൈൻ നെയിം അവരുടെ പേരിൽ, പോസ്റ്റിംഗ് സ്പേസ് അവരുടെ പേരിൽ, യൂസർ നെയിം പാസ്വേഡ് അവരുടെ പേരിൽ. യഥാർത്ഥം ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മുടെ പേരിലേക്ക് ആക്കുകയും യൂസർ നെയിമും പാസ്വേഡും നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അനായാസം നമുക്ക് വേറൊരാളെ ഏൽപ്പിക്കായിരുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാമായിരുന്നു. അപ്പൊ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കേസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അടുത്ത പ്രാവശ്യം റിന്യൂവലിന്റെ സമയത്ത് പൈസ ചോദിക്കുന്ന സമയത്ത് റിന്യൂ ചെയ്യുന്നില്ല എന്ന് പറയുവാണെങ്കിൽ തൽക്കാലത്തേക്ക് ചിലപ്പോൾ അവർ റിന്യൂ ചെയ്യാതെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഗോഡാഡി പോലെ സൈറ്റിൽ കയറി എടുക്കാൻ സാധിക്കും, ഡൊമൈൻ എടുക്കാൻ പറ്റും. അതാണ് അതിനകത്തുള്ള വേറൊരു വഴി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സംഗതി എന്ന് പറയുന്നത് അവരുമായിട്ട് ബാർഗെയിൻ ചെയ്ത് അതിന്റെ റേറ്റ് കുറച്ചിട്ടെങ്കിലും സ്വന്തം പേരിലേക്ക് ആക്കുന്നതാണ് സേഫ് ആയിട്ടുള്ളത്. അപ്പൊ അവര് റിന്യൂ ചെയ്യാൻ 3,000 റുപ്പീസ് മേടിച്ചുകൊണ്ടിരിക്കുക. 3,000 റുപ്പീസ് പിന്നെ കുഴപ്പമില്ലാത്തൊരു റേറ്റ് ആണ്. പക്ഷെ ഈ 15,000 രൂപ മേടിക്കുന്നത് അതിനകത്തൊരു മര്യാദ ഇല്ല യഥാർത്ഥം. അതെ. പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ടാണ് എനിക്ക് കോഴ്സിന് ചേർന്നാൽ കൊള്ളാന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ വെച്ചാൽ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം വേഡ്പ്രസ് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും. പാരലായിട്ട് വേണമെങ്കിൽ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഇമേജുകളെല്ലാം എടുത്ത് കൊടുത്തതിന് ശേഷം മറ്റത് വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം, അവരത് റിന്യൂ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ. അതെ, അങ്ങനെയും ഒരു ഐഡിയ ഉണ്ട്.
അതായത് സൈറ്റിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയാൽ നമുക്ക് പുതിയ സൈറ്റ് നോക്കാമല്ലോ. അതെ, പുതിയ സൈറ്റ് നോക്കാൻ പറ്റും. അതെ, നോക്കാൻ പറ്റൂലോ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ് ഇതൊക്കെ കൊടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അഡ്മിഷൻസ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം അത് നമ്മുടെ സ്കൂളിന്റെ ലൊക്കാലിറ്റി എത്രത്തോളം ലൊക്കാലിറ്റി ടാർഗറ്റ് ചെയ്യണോ ആ ലൊക്കേഷൻ വെച്ചിട്ട് ടാർഗറ്റ് ചെയ്ത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എൻക്വയറീസ് വരികയും അതിനെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, ഞാൻ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. ഞാൻ അഡ്മിൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു പ്രോബ്ലം. ഓക്കെ സാർ, ഞാൻ ഒരു നമ്പർ ഇപ്പോൾ അയച്ചു തരാം. സജീവ് എന്നല്ലേ സാറിന്റെ പേര്? അതെ. ഓക്കെ, ഞാൻ ചാറ്റിലേക്ക് ഒരു മെസ്സേജ് അയച്ചു തരാം. ഓക്കെ സാർ. ജിതിൻ എന്ന് പറയുന്ന സ്റ്റാഫിന്റെ നമ്പർ ഞാനിപ്പോൾ സാറിന് അയച്ചു. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ മറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് പിന്നെ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത 1-2 കാര്യങ്ങളിലേക്ക് കൂടെ ഒന്ന് കടക്കുകയാണ്. അതായത് നമ്മളിപ്പം ആമസോണിലൂടെ ഒക്കെ പ്രോഡക്റ്റുകൾ സെല് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? Amazon.in എന്ന് പറയുന്ന സൈറ്റ് വഴി നമ്മൾ പ്രോഡക്റ്റുകൾ വാങ്ങാറുണ്ട്. പക്ഷെ ഇതിലൂടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിലൂടെ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ആമസോൺ സെല്ലർ അക്കൗണ്ട് നിർമ്മിക്കാൻ സാധിക്കും. സെല്ലർ അക്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പൊ നമുക്ക് പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലർ സെൻട്രൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആമസോണിന്റെ സൈറ്റിനകത്ത് വന്നിട്ട് നമ്മൾ ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഓക്കെ, സെൽ ഓൺ ആമസോൺ. ആമസോണിന്റെ സൈറ്റിൽ വരികയാണെങ്കിൽ താഴെ കാണാൻ പറ്റും സെൽ ഓൺ ആമസോൺ. ഈ സെൽ ഓൺ ആമസോണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ട് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ സെറ്റ് ചെയ്ത് നമുക്കൊരു അക്കൗണ്ട് എടുക്കാൻ സാധിക്കും. ഇതിനാണ് സെല്ലർ സെൻട്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെല്ലർ സെൻട്രൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വിൻഡോ കിട്ടും. ഇവിടെ നമുക്ക് ഇടതുവശത്ത് ഇൻവെന്ററി എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. അതേപോലെ തന്നെ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ആമസോണിൽ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആമസോണിൽ ഇപ്പൊ ഞാൻ ബനാന ചിപ്സ് എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് സെർച്ചിൽ ആദ്യം കൊണ്ടുവരുന്നത് സ്പോൺസേഡ് എന്ന് പറയുന്ന ഒരു ആഡിലൂടെയാണ് കൊണ്ടുവരുന്നത്. ഇവിടെ കാണാൻ സാധിക്കും സ്പോൺസേഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് സെർച്ചിൽ 1ാം സ്ഥാനത്ത് കൊണ്ടുവന്നത് ഒരു അഡ്വർടൈസിംഗ് ടെക്നിക്കിലൂടെയാണ്. ഇതൊക്കെ സെറ്റ് ചെയ്യാൻ ആമസോണിന്റെ ഉള്ളിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ തന്നെ ഇടതുവശത്ത് അഡ്വർടൈസിംഗ് ഉണ്ട്. ഇതൊക്കെ ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പുതിയ സെല്ലർ ആണെങ്കിൽ സെർച്ചിൽ ആദ്യം കൊണ്ടുവരികയും സെല് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ ആമസോണിലേക്കുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ചിലരൊക്കെ സെല് ചെയ്യുന്ന പ്രോഡക്റ്റ് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. ഓക്കെ, ടപ്പിയോക്ക സ്റ്റെം കട്ടിങ്സ്. നമ്മുടെ നാട്ടിൽ വെറുതെ കിടക്കുന്ന മരച്ചീനി കമ്പ് പോലും ആൾക്കാർ ഇതിനകത്തൂടെ സെല് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല, മരച്ചീനി കമ്പുകളാണ്. അപ്പൊ ഇതൊക്കെ ആര് മേടിക്കുമെന്നായിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. ഇത് മേടിക്കുന്ന കേരളത്തിലുള്ളവരായിരിക്കും, ഇതിന് പുറത്തുള്ളവരായിരിക്കും. കാരണം ആമസോൺ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന പ്ലാറ്റ്ഫോമാണെന്ന് നമുക്കറിയാം. 269 രൂപയ്ക്ക് 10 കഷ്ണം കമ്പ് ഇതിനകത്തൂടെ വിറ്റോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതേപോലെയുള്ള ഓപ്പർച്യൂണിറ്റികൾ വരെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് മേടിക്കുന്ന ആൾക്കാരുണ്ട്, കാരണം ഇതൊന്നും അവൈലബിൾ അല്ലാത്ത സിറ്റികളുണ്ട്. സ്വന്തം പിന്നെ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ 2 സെന്റിലോ 3 സെന്റിലോ നടാൻ ഇത് ഓൺലൈനിൽ മേടിക്കും, അല്ലെങ്കിൽ ഇത് ടെറസിൽ നടാൻ വേണമെങ്കിലും മേടിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കി സെല്ല് ചെയ്യുന്ന നിരവധി പേരുണ്ട്. അപ്പൊ ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആമസോണിന്റെ സൈറ്റിൽ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സെല്ലറായിട്ട് മാറാവുന്നതാണ്. കാരണം നമ്മൾ എപ്പോഴും ഒരു ബയറായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഒരു ബയർ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മളൊരു സെല്ലർ കൂടി ആവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബയറായിട്ട് മാത്രം നിൽക്കാതെ ഒരു സെല്ലർ കൂടിയായി മാറുക എന്നുള്ളതാണ് ആമസോണിനെ പറ്റി പറയാനുള്ളത്. അപ്പം ആമസോണിന്റെ സൈറ്റിൽ സെൽ ഓൺ ആമസോൺ ഓപ്ഷനിലൂടെ സെല് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ഇനി അതല്ല, പ്രോഡക്ട്സ് ഒന്നും നമുക്ക് നേരിട്ട് സെല് ചെയ്യാനില്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരുടെ പ്രോഡക്ട്സ് വേണമെങ്കിൽ ഇതിനകത്തൂടെ സെല് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ 2 ദിവസം ഗ്യാപ്പ് കിട്ടും ഇത് അയച്ചു കൊടുക്കാൻ. ഈ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് സംഘടിപ്പിക്കാനുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം ഒരു ഓർഡർ വരുമ്പോൾ അവരെ മേടിച്ച് അയച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതും ചെയ്യാവുന്നതാണ്. പ്രോഡക്റ്റ് ഇല്ലാത്തവർക്ക് പ്രോഡക്റ്റ് ഉള്ളവരുടെ പ്രോഡക്റ്റുകൾ ഇതിനകത്ത് എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഓർഡർ വരുമ്പോൾ അവരുടെ നിന്ന് മേടിച്ച് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി പ്രോഡക്റ്റ് സെല് ചെയ്യാൻ താല്പര്യമില്ല, ജസ്റ്റ് കമ്മീഷൻ ബേസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൽ തന്നെ അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ബിക്കം ആൻ അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത്
ഞാനിവിടെ കാണിക്കാം, ഒരു എക്സാമ്പിളിലൂടെ കാണിക്കാം. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ വരുമ്പോൾ നമ്മുടെ കോഴ്സിന്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞാൽ, ഫീസിന്റെ ഡീറ്റെയിൽസ് അത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്ന് പറയുന്ന സംഭവം. ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും ആമസോണിലേക്ക് പോവുകയും അവിടെ നിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ ഒരു കമ്മീഷൻ ലഭിക്കുകയും ചെയ്യും. ഇതിന് പറയുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആമസോണിന് മാത്രമല്ല, ഒരുപാട് കമ്പനികൾക്ക് അഫിലിയേറ്റ് ലിങ്കുകളുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയോ റെഫർ ചെയ്യുമ്പോൾ, നമുക്ക് റെഫർ ചെയ്ത് ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടുന്ന സംവിധാനമാണ്. ഇത് കിട്ടണമെങ്കിൽ ആമസോണിൽ ഇവിടെ തന്നെ ബിക്കം ആൻ അഫിലിയേറ്റിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിന് പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് കമ്മീഷൻ വരും. ഇപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളുക. ബിക്കം ആൻ അഫിലിയേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ആമസോണിലെ പ്രോഡക്റ്റുകളുടെ ലിങ്കുകൾ നമ്മുടെ സൈറ്റിൽ വെക്കുന്നു, അതിൽ ക്ലിക്ക് ചെയ്ത് പോയി ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടും. നമ്മൾ അത് അയച്ചു കൊടുക്കേണ്ട, സ്റ്റോക്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. അതാണ് ബിക്കം ആൻ അഫിലിയേറ്റ്. സെൽ ഓൺ ആമസോണിൽ നമ്മളത് പാക്ക് ചെയ്യണം, ആമസോണിന്റെ എക്സിക്യൂട്ടീവ്സ് വന്ന് കളക്ട് ചെയ്ത് ഡെലിവറി ചെയ്തോളും. നമ്മളതിൽ പ്രോഡക്റ്റ് വേണം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉള്ള ആൾക്കാരുമായിട്ട് ബന്ധം വേണം, എങ്കിലേ സെൽ ഓൺ ആമസോൺ നടക്കത്തുള്ളൂ. പ്രോഡക്റ്റ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ബിക്കം ആൻ അഫിലിയേറ്റ് വഴി കമ്മീഷൻസ് നേടാൻ സാധിക്കും. ബിക്കം ആൻ അഫിലിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതേപോലൊരു പാനലിലേക്ക് വരാനൊക്കെ സാധിക്കും. ഇതിന് പറയുന്ന ആമസോൺ അസോസിയേറ്റ്സ് എന്നാണ്. ഇതിനകത്തൂടെയാണ് ലിങ്കുകൾ എടുക്കേണ്ടത്. ഇപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്നത് പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ സെല് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉള്ള ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ സെല് ചെയ്യുന്നതാണ് സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്നത്. അഫിലിയേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് കമ്മീഷൻസ് മാത്രമാണ്. നമ്മൾ ആ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുകയൊന്നും വേണ്ട, നമ്മുടെ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് പോയി ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടുന്നു. ഓക്കെ, നമ്മളത് സ്റ്റോക്ക് ചെയ്യേണ്ട, നമ്മൾ അയച്ചു കൊടുക്കേണ്ട, നമ്മൾ അതിനെപ്പറ്റി ഒന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ വെച്ചിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയി ആരെങ്കിലും പർച്ചേസ് ചെയ്താലാണ് നമുക്ക് അതിനകത്ത് കമ്മീഷൻ എങ്കിലും കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ്. ഒരു റിസ്ക് ഫ്രീ ആയിട്ട് ഓൺലൈനിൽ മണി മേക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും ചില ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അതിനു മുമ്പ് ആക്ച്വലി ഈ ഒരു ടെക്നോളജി നമുക്കറിയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട്, ഇങ്ങനെയുള്ള ടെക്നോളജികൾ നമ്മൾ സമയത്ത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഔട്ടായി പോകും. കാരണം മറ്റുള്ളവർ ഹൈലി പ്രൊഡക്റ്റീവായിട്ടായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുതിയ പുതിയ ടൂൾസ് അവൈലബിൾ ആണ്, പുതിയ പുതിയ ടെക്നിക്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 3-4 വർഷം മുമ്പ് നടന്നൊരു സംഗതി, ഇപ്പം പോലും അല്ല, 3-4 വർഷം മുമ്പ് നടന്നൊരു സംഗതിയാണ്. തലശ്ശേരിയിലുള്ള ഒരു വലിയ സ്റ്റുഡിയോയിൽ പോയി ഞാൻ ക്ലാസ് എടുത്തതാണ്. 7-8 ഡിസൈനേഴ്സ് ഉള്ള വലിയ സ്റ്റുഡിയോ ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് 2 പേരെ അവിടെ ഒഴിവാക്കി. അതിന്റെ ഓണർ എന്നെ വിളിച്ചു പറഞ്ഞു, ഓക്കെ, ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ക്ലാസ് ആയിരുന്നു, 2 പേരെ എനിക്ക് ഒഴിവാക്കാൻ സാധിച്ചു. ഇത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. കാരണം 2 പേര് ജോലി പോയി. കാരണം ആ ക്ലാസ്സിനകത്ത് ഞാൻ ഒരു ടൂള് പറഞ്ഞു, ആ ടൂളാണ് അവരുടെ ജോലി നഷ്ടപ്പെടുത്താൻ കാരണം. ടൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ remove.bg എന്ന് പറയുന്ന ഒരു ടൂളായിരുന്നു. remove.bg, അതായത് ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു സൈറ്റ്, remove.bg എന്ന് പറയുന്ന ഈ ഒറ്റ സൈറ്റാണ് 2 പേരുടെ ജോലി കളയാൻ കാരണമായത്. ഓക്കെ, അതെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. remove.bg എന്ന് പറയുന്ന സൈറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒറ്റ ക്ലിക്കിൽ റിമൂവ് ചെയ്തു തരും എന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിളിലൂടെ കാണിക്കാം. നമുക്ക് ഈ ഒരു ഇമേജ്, രജനീകാന്തിന്റെ ഈ ഒരു ഇമേജ് ഞാൻ എടുക്കുകയാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പ് അറിയാവുന്ന ഒരാളെ തന്നെ കോർണറിലൂടെ ഇങ്ങനെ വരച്ചിട്ട് സമയമെടുത്ത് റിമൂവ് ചെയ്യേണ്ടി വരും. ഇതിനൊന്നും ആവശ്യമില്ല. ഈ ഒരു ഇമേജ് എടുത്ത് നേരെ remove.bg ഒന്ന് അപ്ലോഡ് ചെയ്യുക. ഞാനൊന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ഡെസ്ക്ടോപ്പിൽ നിന്ന് ആ ഇമേജ് ഒന്ന് നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഞാൻ ഇമേജ് ഒന്ന് ജസ്റ്റ് അപ്ലോഡ് ചെയ്തു. ഓക്കെ, അപ്ലോഡ് ചെയ്ത് തീർന്നപ്പോൾ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. ഇതാ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്തിനെയാണ് ഞാനിപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു മുടിയുടെ ഭാഗം വളരെ കറക്റ്റ് ആയിട്ട് കട്ടായി വന്നിരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ, ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യേണ്ട ജോബിനായിരുന്നു 2 പേരെ ഇരുത്തി. ഈ ടൂൾ കിട്ടിയപ്പോൾ 2 പേരുടെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി. ഇതിനേക്കാളും ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ. അപ്പോൾ എന്താണ് ആക്ച്വലി പലരും
ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുവാണെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. നമ്മുടെ സീറ്റിൽ വേറെ ആൾക്കാർ വന്നിരിക്കും. ബിസിനസിന്റെ കേസിലും ഇത് തന്നെയാണ്. നമ്മൾ ബിസിനസ്സിൽ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് വെറുതെ ഇരിക്കും. അവർ പുതിയ ടൂൾസും പുതിയ ടെക്നിക്സും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അവർ മുന്നേറി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മൾ ഒരുപാട് പിന്നിലായി പോയി. അപ്പോൾ ഇത് നമ്മൾ ഈ ടെക്നിക്സും ടൂൾസും ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഗതികൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ വീണ്ടും ചില ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. റിജു സാർ അൺമ്യൂട്ട് ചെയ്യാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ. സാറേ, ഒരു ഡൗട്ട്. ഞാൻ വേറൊന്നുമല്ല, ഫേസ്ബുക്കില് ഒരു പേജ് ഉണ്ട്, പക്ഷെ അത് ബ്ലോക്ക്ഡ് ആയാൽ എന്താണ് കാര്യം? ഞാനൊരു അഡ്വർടൈസ്മെന്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്, പക്ഷെ അത് ബ്ലോക്ക് ആയി. അപ്പൊ തിരിച്ചത് മെസ്സേജ് ഒന്നും കൊടുത്തിട്ട് തിരിച്ച് കിട്ടിയില്ല. പക്ഷെ അപ്പൊ അത് കാരണം അത് വാട്സാപ്പിൽ ചെയ്യുമ്പോഴും ഏതിൽ ബൂസ്റ്റ് ചെയ്താലും പിന്നെയും അത് അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്. അതെ, മനസ്സിലായി. അതിൽ സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ facebook.com/business/help എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. ഞാൻ ഈ ലിങ്ക് ഇപ്പോൾ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഇട്ടുതരാം. അതായത് ഈ ലിങ്കിന് നമ്മൾ ഫേസ്ബുക്കിൽ ആദ്യം ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് ഈ ലിങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഫേസ്ബുക്ക് എക്സിക്യൂട്ടീവുമായിട്ട് തന്നെ ലൈവായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു കസ്റ്റമർ കയറി ചാറ്റ് ചെയ്യുന്നത് പോലെ ചാറ്റ് ചെയ്യാൻ പറ്റും. ആ കേസിലാണ് നമ്മൾ പറയുന്നത് ഈ പേജ് ബ്ലോക്ക് ആയി പോയി, അത് നമുക്ക് അൺബ്ലോക്ക് ചെയ്ത് തരണം. കാരണം അവരുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് ഉണ്ടെങ്കിലായിരിക്കും നമുക്കത് അൺബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു. ചെയ്ത പേജ് ഡിലീറ്റ് ആക്കാൻ സാധിക്കും. പേജിന്റെ സെറ്റിംഗ്സ് ചെന്ന് കഴിഞ്ഞാൽ ഡിലീറ്റ് ആക്കാൻ സാധിക്കുന്നതാണ്. നാരായണക്കുറുപ്പ് സാർ അൺമ്യൂട്ട് ചെയ്യാം. സാറേ, പിന്നെ ഈ ഇൻസ്റ്റാമോജ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ അതെ, പാൻ കാർഡ് ഇൻഡിവിജ്വൽ പാൻ കാർഡാണോ കമ്പനിയുടെ പാൻ കാർഡാണോ വേണ്ടത്? ഇൻഡിവിജ്വൽ വെച്ച് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ കമ്പനി പാൻ കാർഡ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. കമ്പനി പാൻ കാർഡാണ് കൊടുക്കുന്നത്, കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അൺലിമിറ്റഡ് ആക്സസ് കിട്ടുന്നത്. അൺലിമിറ്റഡ് അല്ലെങ്കിൽ 10,000 rupees വരെ ടോട്ടൽ ഒരു മാസത്തേക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡോക്യുമെന്റ്സ് KYC ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പൈസ വേണമെങ്കിലും നമുക്ക് അതിനകത്തൂടെ ട്രാൻസാക്ഷൻ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പം പാൻ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ GST നമ്പറിന്റെ ആവശ്യം വരുമല്ലേ? അതായത് കമ്പനി പാൻ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അല്ല, GSTയുടെ കേസിൽ നമ്മൾ കമ്പനി പാൻ ആയിട്ട് എടുക്കുവാണെങ്കിൽ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ അല്ലെ, ആക്ച്വലി ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്തുകയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ പാൻ കാർഡ് വെച്ച് പറ്റും. പ്രൊപ്പറേറ്റർഷിപ്പ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഓണർഷിപ്പ് നമ്മൾ തന്നെയാണല്ലോ. ആ കേസിൽ കുഴപ്പമില്ല. കമ്പനി ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത്, കമ്പനിയും കമ്പനിയുടെ പാൻ കാർഡും കൊടുക്കണം. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ. താങ്ക് യു. ഓക്കെ, ഇനി നിങ്ങൾ പലർക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നറിയാം. അപ്പം സാധാരണഗതിയിൽ നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് 9:30 വരെയാണ് ഞാൻ നടത്താറുള്ളത്. പക്ഷെ ഇന്ന് ആക്ച്വലി 9 മണിക്ക് ക്ലോസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു യാത്രയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ഒന്ന് ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്തുക. കാരണം ഈ ടൂൾസ്, നമ്മൾ ഈ കണ്ട ടൂൾസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. നമ്മൾ ആദ്യം കണ്ട സംഗതി എന്ന് പറയുന്നത് ക്യാൻവ എന്ന് പറയുന്ന ഒരു ടൂളിനെ പറ്റി കണ്ടായിരുന്നു. canva.com. ഇത് ഉപയോഗിച്ചുകൊണ്ടൊരു ഡിസൈൻ ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. ഫേസ്ബുക്ക് ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ ബൂസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വേർഡ്പ്രസ് എന്ന് പറയുന്ന ടൂളിനെ പറ്റി ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു. ഈ വേർഡ്പ്രസ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. ഈസി ആയിട്ട് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. mixo.io എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ കണ്ടു. ഇതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വെബ്സൈറ്റ് നിർമ്മിക്കുന്ന സംഗതിയാണ്. അതേപോലെ നമ്മൾ കണ്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത് mixo.io കൂടാതെ bing.com/create bing.com/create നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് നിർമ്മിക്കാൻ പറ്റുന്ന ടൂളാണ്. ഇത് നമ്മൾ കണ്ടായിരുന്നു. അത് കൂടാതെ ഡൊമൈൻ നെയിംസിനെ പറ്റി നമ്മൾ കണ്ടായിരുന്നു. ഡൊമൈൻ നെയിംസ്, വെബ്സൈറ്റ് അഡ്രസ്സുകൾ നമ്മുടെ പേരിലാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. GoDaddy എന്ന് പറയുന്ന സൈറ്റ് അതിനു വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ remove.bg എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ കണ്ടു. വെബ്സൈറ്റ് ഒരു ഇമേജ് റിമൂവ് ചെയ്യാൻ പറ്റും, ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊരു സംഗതി അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ. അതുപോലെ കൂടുതൽ സംശയമുള്ളവർ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിൻസിന് ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ഞാൻ ഫ്രീ ആകുമ്പോഴത്തേക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു എല്ലാവരോടും. കാരണം എന്നെ സംബന്ധിച്ചോളം എന്ന് പറയുന്നത് ഞാൻ സോഫ്റ്റ്വെയർ ജോബ് ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് 2015 വരെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിൽ. അത് ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, ടെക്നോളജി എന്ന് പറയുന്നത് എല്ലാവരിലേക്കും എത്തണമെന്നുള്ളൊരു ആഗ്രഹം. രണ്ടാമത്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് എനിക്കൊരു പാഷനേറ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഞാനിത് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൂടുതൽ പേരോട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജോലി തിരഞ്ഞെടുത്തത്. ഓക്കെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നതായിട്ട് പോലും ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ പങ്കെടുത്തതിന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളവർ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിൻസിനൊന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ പെയ്ഡ് ക്ലാസ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിൻസിനെയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്. താങ്ക് യു ആൾ. താങ്ക് യു.